വാലന്റൈൻസ് ഡേയുടെ പിറ്റേ ദിവസം പ്രണയം പുതിയ കാലത്ത് മനുഷ്യർ ആഘോഷമാക്കുന്നതിൻ്റെ ഒരു വാരം പിന്നിടുമ്പോൾ വെറുപ്പിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ചാനൽ കൂട്ടാക്രമത്തിന്റെ ഭാഗമായിട്ട് പൂട്ടപ്പെട്ടെങ്കിലും ഞാൻ എൻ്റെ പേരിനെ ഒപ്പം ചേർത്ത് വിളിക്കുന്ന ടാഗ് ലൈൻ മുർത്തദ് എന്നാണ്. മുർത്തദിന് ഒരിക്കലും മതവാദികളുടെ ഭീഷണിയെ അവഗണിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ അവസാനം നമ്മൾ യൂട്യൂബ് ചാനൽ ഇന്നലെ തിരിച്ചു പിടിച്ചു. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ലൈവാണ്. അടുത്ത ശ്രമം അവർക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു വന്നതുപോലെ പ്രണയദിനത്തിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് സ്ലൈഡ് തയ്യാറാക്കിയിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കുഴപ്പമില്ല. അപ്പൊ അതിൽ ഞാൻ ഇതിന് ഇട്ടിട്ടുള്ള ടൈറ്റില് വെറുപ്പ് എന്ന് മാത്രമാണ്. അപ്പൊ വെറുപ്പ് മാത്രം മതിയോ എന്നുള്ളത് വന്നപ്പോ വെറുപ്പിന്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുള്ള ഒരു ടൈറ്റില്, അതിന്റെ ഒരു സബ് ടൈറ്റിലായിട്ട് ഗോത്രീയത വേഴ്സസ് മാനവികത എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ചരിത്രം, സാമൂഹിക പരിണാമം, മസ്തിഷ്ക പരിണാമം ഒക്കെ ഇപ്പോ നേരത്തെ ഡോക്ടർ വിശദമായിട്ട് സംസാരിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മൾ സ്നേഹമാണ് നമുക്ക് ഉണ്ടാവേണ്ടുന്ന, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വികാരം എന്ന് നമ്മൾ പറയുമ്പോഴും വെറുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എന്താണ് വെറുപ്പ്, എന്തൊക്കെയാണ് വെറുപ്പ്, എങ്ങനെയാണ് വെറുപ്പ് പ്രവർത്തിക്കുന്നത്, എന്താണ് അതിൻ്റെ ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയം, അത് മാനസികാവസ്ഥ എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് മനുഷ്യരുപയോഗിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഇന്ധനമായിട്ടോ ഒരു ഉപകരണമായിട്ടോ ഒക്കെയാണ്. നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാദമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നോക്കിയാൽ അറിയാം, വെറുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ആളുകൾ അതിന് റീച്ച് ഉണ്ടാവും. നിങ്ങൾ വെറുപ്പ് പറയുമ്പോൾ നിങ്ങൾ ഒരാളോട് സ്നേഹത്തിൽ പറയുന്നതിനല്ല, ഒരാളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിനാണ് കൂടുതൽ റീച്ച് ഉണ്ടാവുന്നത്. അതിനാണ് കൂടുതൽ സ്വീകാര്യത പലപ്പോഴും ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? വെറുപ്പ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂളായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇപ്പൊ നമ്മൾ പ്രകടിപ്പിക്കുന്ന വെറുപ്പ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വെറുപ്പ്, നമ്മൾ അനുഭവിക്കുന്ന വെറുപ്പ് പെട്ടെന്ന് ഒരാൾക്കുണ്ടാവുന്ന ഒരു വികാരത്തള്ളിച്ചയിൽ ഉണ്ടായി വരുന്നതല്ല. പലപ്പോഴും നമ്മൾ കാണുന്ന പല വെറുപ്പിന്റെ അടയാളങ്ങളും മനഃപൂർവം സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഈ പുതിയ കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള വെറുപ്പ് പ്രചാരണത്തിന്റെ കൃത്യമായ ലക്ഷ്യവും അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കാര്യമാണ്. ആളുകളെ പരസ്പരം അവിശ്വാസം ഉണ്ടാക്കുകയും പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും നിർത്തുകയും ചെയ്യുക വഴി അധികാരമോ മറ്റെന്തെങ്കിലും താല്പര്യമോ നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു സമൂഹത്തിന് മുകളിൽ അധികാരം പ്രയോഗിക്കാൻ, അധീശത്വം പ്രകടിപ്പിക്കാൻ, അവരെ കീഴ്പ്പെടുത്താൻ ഒക്കെ വെറുപ്പ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള കേവലമായ വെറുപ്പിനെ കുറിച്ചല്ല, സാമൂഹിക രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്ന, നമ്മളെല്ലാവരും കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വെറുപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ ഉപകരണത്തെക്കുറിച്ചും കൂടിയാണ്. ഗോത്രീയതയിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന വെറുപ്പിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ഞാൻ മാനവികത എന്ന് പറയുന്നു, ഒരു ഭാഗത്ത് ഞാൻ വെറുപ്പ് അല്ലെങ്കിൽ ഗോത്രീയത എന്ന് പറയുന്നു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മാനവികത എന്ന് പറയുമ്പോൾ നമ്മൾ വിശാലമായി ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ്, തുല്യ അവകാശമുള്ളവരാണ് എന്നുള്ള ഒരു ബോധമാണ്. അത് മനുഷ്യരും കടന്ന്
സഹജീവികളെയും ഉൾപ്പെടുത്തി പ്രകൃതിയെയും ഉൾപ്പെടുത്തി അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഗോത്രീയ കാലഘട്ടത്തിൽ മനുഷ്യർ സർവൈവലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ വനങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അവരവരുടെ അതിജീവനത്തിന് വേണ്ടി ശരീരത്തിൽ നേരത്തെ പറഞ്ഞ മസ്തിഷ്കത്തിന്റെ വികാസത്തിലൂടെ രൂപപ്പെട്ടു വന്ന ചില ഘടകങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ മറ്റൊരു ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നു, അത് മറ്റൊരു ഉദ്ദേശത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വെറുപ്പ് പലപ്പോഴും ഒരു വൈകാരിക പ്രശ്നമായിട്ട് മാത്രമല്ല നമ്മൾ ഇന്ന് കാണുന്നത്, ശാസ്ത്രീയമായും സാമൂഹികമായും ഒക്കെ വിശകലനം ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ്. ഒരു മുർത്തദ് എന്നുള്ള രീതിയിൽ, ഇപ്പം ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ വിമർശിക്കുന്ന ഒരാളായതുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത് ഇതൊരു ഗോത്രകാല നിയമസംഹിതയാണ്. ഇത് മനുഷ്യരിൽ വെറുപ്പ്, മനുഷ്യരിൽ പരസ്പരം അവിശ്വാസവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് നിയമങ്ങളും ഒരുപാട് ആശയങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപരനോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് വചനങ്ങളും നിയമങ്ങളും ആ മതത്തിലുണ്ട്. അങ്ങനെ നമ്മൾ ആ മതത്തെ അപരവൽക്കരണത്തിന്റെയും അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ പേരിൽ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മതം ഉപേക്ഷിച്ചാലും ഒരുപക്ഷെ ആ വെറുപ്പ് പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് പോയിക്കൊള്ളണം എന്നില്ല. അത് പിഴുതെറിയുക എന്നൊരു ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. ഇപ്പൊ ഗോത്രകാല മതനിയമം നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ അടിച്ചേൽപ്പിച്ചു, നമ്മൾ അതിനകത്ത് വളർന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ അത് പരിശീലിച്ചു എന്നതുകൊണ്ട് ആ മതത്തിലുള്ള വിശ്വാസം, ഈ ദൈവത്തിലുള്ള വിശ്വാസം, ഈ മതഗ്രന്ഥം ആ ദൈവം പറഞ്ഞതല്ല എന്ന ബോധ്യം കൊണ്ട് മാത്രം ജനിതകപരമായി നമ്മളിൽ പണ്ട് മുതലേ ഉള്ളതും മതപാഠം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതുമായിട്ടുള്ള വെറുപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല. മതം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മാനവികവാദിയാകുന്നില്ല, അയാൾ മാനവിക ചിന്തയുള്ള ആളാവുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. കാരണം മതം വിടുക എന്ന് പറയുന്നത് കേവലമായിട്ട് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇന്നലെ വരെ ആചരിച്ചിരുന്ന ആരാധനകൾ നിർത്തുന്നു, നമ്മൾ വിശ്വസിച്ചിരുന്ന വിശ്വാസം നമ്മൾ ഉപേക്ഷിക്കുന്നു, അത്രയേ ഉള്ളൂ. മാനവികത എന്ന് പറയുന്ന ബോധത്തിലേക്ക് നമ്മൾ വളരുന്നതിന് കുറച്ചധികം പണി നമ്മൾ എടുക്കേണ്ടതുണ്ട്. വെറുപ്പ് എങ്ങനെയാണ് മനുഷ്യരിൽ നിലനിന്നത്? ഈ മതം നമ്മളിൽ ഈ വെറുപ്പ് കുത്തിക്കയറ്റിയിട്ടുണ്ടോ? അത് നമ്മളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴത് ബാക്കിയുണ്ടോ എന്ന് നിരന്തരമായിട്ട് പരിശോധിക്കുകയും അത് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് തന്നെ ഉണ്ട്. ഫ്രെഡറിക് നീഷയുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു കോട്ട് ഉണ്ട്. രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ സ്വയം രാക്ഷസനാവാതിരിക്കാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധിക്കണം എന്നാണ്. വെറുപ്പിനെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മതത്തിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു ആദർശത്തെയോ ഐഡിയോളജിയോ വിമർശിക്കുകയും അതിനെ എതിർക്കാൻ വേണ്ടി, അതിനോട് പോരാടാൻ വേണ്ടി നമ്മൾ തയ്യാറായി ഇറങ്ങുകയും ചെയ്യുമ്പോൾ എന്തൊന്നിനെയാണോ നമ്മൾ വിമർശിക്കുന്നത് അത് നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഒരു മുർത്തദ് എന്ന രീതിയിൽ, ഞാൻ ഇസ്ലാം മത വിമർശകൻ എന്ന രീതിയിലും ഇസ്ലാമിന്റെ മതനിയമം അനുസരിച്ച് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ഗോത്ര നിയമം എന്നെക്കുറിച്ച് കൂടി നിലനിൽക്കുന്ന ഒരു കാലത്തും എന്നെ കൊല്ലാൻ പറയുന്നവനാണോ, എന്നാ പിന്നെ അവൻ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കൈയടിക്കാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അകത്തു നിന്നാലും പുറത്തു നിന്നാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്ന് പറയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഈ ബോധം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് ഞാൻ അപ്പൊ ഞാനൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരു വിമർശനമാണ്. എന്നെ നിരവധി ആളുകൾ ഫോൺ ചെയ്യാറുണ്ട്. പലതും നമ്മൾ കോൾ റെക്കോർഡുകൾ പുറത്തു വിടാറുണ്ട്. അപ്പൊ പലരും വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളിക്കും, തെറി പറയും, മോശമായിട്ട് സംസാരിക്കും, വീട്ടിലിരിക്കുന്നവരെ പറയും. അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് കേൾക്കും. കാരണം അവന് എന്നെ തെറി വിളിക്കാൻ കാരണമുണ്ട്.
എനിക്ക് തിരിച്ചവന് അവന്റെ വാപ്പ എന്നോ നിന്റെ ഉമ്മ എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ചില ആൾക്കാർ പറയും ഇതൊന്നുമല്ല, ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോ 4 എണ്ണം അങ്ങോട്ട് പറയണ്ടേ? എന്നാ പിന്നെ അവിടെ തന്നെ എന്നാ പോരെ? ചില ന്യായാണത്. അപ്പൊ ഇങ്ങോട്ട് തല്ലിയാല് ഇങ്ങോട്ട് ചീത്ത വിളിച്ചിട്ടല്ലേ, ഇങ്ങോട്ട് തല്ലിയിട്ടല്ലേ? ഇത് നമ്മുടെ ഉള്ളില് ഇപ്പോഴും നമ്മൾ എന്തിനെയാണോ വിമർശിക്കുന്നത് ആ ഗോത്രചിന്ത അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുപ്പ് വിൽക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു, മനുഷ്യരിൽ വിഭാഗീയത ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഒരു മതവിഭാഗത്തെയോ ഒരു ജനവിഭാഗത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വെറുപ്പിന്റെ കട തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അത് എത്രത്തോളം ശരിയാണ്? ചില പ്രോഗ്രസീവ് ചിന്തകർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവൻ എന്നെ ഉമ്മാനെ വിളിച്ചു, അപ്പൊ ഞാൻ അവന്റെ അമ്മാനെ വിളിച്ചു. അവൻ എന്നെ അമ്മയ്ക്ക് വിളിച്ചു, ഞാൻ അവന്റെ അമ്മയ്ക്കും വിളിച്ചു. അതിനിപ്പോ എന്താ കുഴപ്പം? എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ തെറി വിളിച്ചതെന്ന് ന്യായീകരണം പറയുന്ന ചില താത്താമാരും കാക്കാമാരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയും കുറെ ആൾക്കാർ ആ കൂട്ടത്തിൽ തെറി വിളിച്ചിട്ടുണ്ട്. അവരോട് നമുക്ക് പുഞ്ചിരി മാത്രമേ കൊടുക്കാറുള്ളൂ. പ്രായോഗികമായിട്ട് ഇപ്പം വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിട്ടാൽ, അസഹിഷ്ണുതയെ അസഹിഷ്ണുത കൊണ്ട് നേരിട്ടാൽ സംഭവിക്കുന്നത്, ഇവിടെ രണ്ടിടത്തും യുക്തിബോധം വർക്ക് ചെയ്യുന്നില്ല. രണ്ടിടത്തും വർക്ക് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വെറുപ്പും വിദ്വേഷവും തന്നെയാണ്. ഇത് വാസ്തവത്തിൽ വെറുപ്പുകൾ തമ്മിലുള്ള മത്സരമായിട്ടോ തെറി വിളിക്കുന്നതിലുള്ള ഒരു മത്സരമായിട്ടോ, ആക്ഷേപിക്കാൻ കഴിയുന്നത് ആർക്കാണ് കൂടുതൽ നന്നായിട്ട് ആക്ഷേപിക്കാൻ കഴിയുക, ആർക്കാണ് ഏറ്റവും നന്നായിട്ട് തന്തക്ക് വിളിക്കാൻ കഴിയുക എന്ന മത്സരമായിട്ട് മാത്രം അത് അവശേഷിക്കും. പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വെറുപ്പിനെ നേരിടാൻ വേണ്ടി വെറുപ്പിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്നാണോ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിമർശനത്തിൽ ഉന്നയിക്കുന്നത്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മിനിമം ആശയം പ്രചരിപ്പിക്കുന്നവൻ, ഇപ്പൊ ഇസ്ലാം വെറുപ്പാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മിനിമം ആ വ്യക്തിക്ക് മറ്റുള്ളവരോട് വെറുപ്പില്ല എന്നുള്ളൊരു ഉത്തരവാദിത്തമെങ്കിലും ഉണ്ട്. അത് അവനവനെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉണ്ട്. നമ്മുടെ പോരാട്ടം ഏതെങ്കിലും അർത്ഥത്തിലുള്ള വ്യക്തികളോടോ ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ അല്ല, വെറുപ്പ് എന്ന ആശയത്തോടാണ്. വെറുപ്പ് എന്ന ആശയത്തോടുള്ള പോരാട്ടം മനുഷ്യത്വം എന്ന ആശയത്തെ മുൻനിർത്തിയാവണം, മാനവികത ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. വെറുപ്പിന്റെ പരിണാമ വേരുകൾ, വെറുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മനുഷ്യരുടെ പരിണാമവും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിശദമായ പഠനങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ പറയാമെന്ന് വിചാരിച്ചിരുന്നു. എങ്കിലും വെറുപ്പ്, വിദ്വേഷം, ഭയം എന്നിത്യാദി കുറെ വികാരങ്ങൾ മനുഷ്യനെ അവന്റെ ആദിമ കാലഘട്ടത്തിൽ അവന്റെ സർവൈവലിന് വേണ്ടി സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അകാരണമായിട്ട് ഒരു അപശബ്ദം കേൾക്കുന്നു, ഒരു വനത്തിൽ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇലയനക്കം കാണുന്നു, ഒരു വന്യജീവിയുടെയോ ഒരു ശത്രുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു കൂട്ടം മനുഷ്യരുടെയോ തന്നെയോ അക്രമം ഉണ്ടാവാം എന്ന ജാഗ്രത ഉണ്ടാവാനും, അങ്ങനെ നമ്മളുടെ സർവൈവലിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഈ ജാഗ്രതയും ഭയവും വെറുപ്പും ഒക്കെ ഒരു കാലത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഗോത്രീയത, മനുഷ്യരുടെ ഈ സാമൂഹിക പരിണാമത്തിന്റെ ഘട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നിരുന്ന മനുഷ്യർ ചെറിയ കൂട്ടങ്ങളാവുന്നു, പിന്നെ ചെറിയ ഗോത്രങ്ങളായി ജീവിക്കുന്ന കാലഘട്ടത്ത് ആ ചെറിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവർക്കകത്ത് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഈ സാധനം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ നമുക്കറിയാം. നമ്മളുടെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിന്റെ പരിസരത്ത് വന്ന് നിൽക്കുമ്പോൾ അവരെക്കുറിച്ചൊരു സംശയവും ഒരു ജാഗ്രതയും ഒരു ഭയവും, അതിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് അവരോടുണ്ടാകുന്ന പകയും അക്രമത്വരയും, ഇതെല്ലാം മനുഷ്യനെ നമ്മുടെ പരിണാമത്തിൽ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. അതിന് തലച്ചോറുമായി ബന്ധപ്പെട്ട അതിന്റെ വികാസവും മസ്തിഷ്കത്തിന്റെ വികാസവും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ അറപ്പ് വെറുപ്പ് എന്നതൊക്കെ
മനുഷ്യന്റെ പരിണാമ ദശയിൽ നമുക്ക് ആവശ്യമായി വന്നിരുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ന് അത് നമ്മളുടെ ഇടയിൽ മതങ്ങൾ തമ്മിലുള്ള, ഗ്രൂപ്പുകൾ തമ്മിലുള്ള, സംഘങ്ങൾ തമ്മിലുള്ള, സംഘടനകൾ തമ്മിലുള്ള, ഒരു മതത്തിനകത്ത് തന്നെയുള്ള വ്യത്യസ്ത സംഘടനകൾ തമ്മിലുള്ള വൈര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരത്തിനൊക്കെ ഇതേ രീതി ശാസ്ത്രം പിന്തുടരുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം, ഈ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള 2 ക്ലബിന്റെ ആളുകൾ ഒരുമിച്ച് കണ്ടാൽ അടി കൂടാൻ സാധ്യതയുണ്ട്. ഭയങ്കര വാശിയുള്ള ഒരു ഫുട്ബോൾ മത്സരം ഒരു ഗ്യാലറിയിൽ നടക്കുമ്പോൾ പല സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഗ്യാലറികളിലും അവസാനം ഫൈനലിന് അടി നടക്കാറുണ്ട്, ഇല്ലേ? നാട്ടുമ്പുറത്തൊക്കെ അത് സാധാരണമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ 2 സന്തോഷ പ്രകടനം 2 സൈഡിൽ കൂടി പോയാൽ ഇവർ തമ്മിൽ കണ്ട അടിയായിരിക്കും. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഗോത്രബോധമാണ്. നമ്മള് ഗ്രൂപ്പിനെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പോഴും. ഇതൊക്കെ ഈ ജാതി മത സംഘർഷങ്ങളും മതങ്ങളിൽ അകത്തുള്ള ഉപവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ദേശീയത പറഞ്ഞിട്ടുള്ളതും എല്ലാം, ഇതെല്ലാം നമ്മുടെ പഴയ ഒരു അതിജീവനത്തിന്റെ സോഫ്റ്റ്വെയർ ഇന്നും പ്രവർത്തിക്കുന്നു. അത് നമുക്കിന്ന് ആവശ്യമുണ്ടോ ഇല്ലേ? ഇപ്പോ പല ആൾക്കാരും വെറുപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് സഹജമായിട്ടുള്ളതാണ്, അത് ആവശ്യമുള്ളതാണ്, അതില്ലാതാക്കാൻ കഴിയില്ല. വെറുപ്പ് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞ പോസ്റ്റിന് താഴെ പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, വെറുപ്പ് ഉണ്ടാവും, വെറുക്കാതിരിക്കാൻ കഴിയില്ല, വെറുപ്പ് അത്യാവശ്യമാണ്. ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വെറുപ്പ് ആധുനിക കാലത്ത് ആവശ്യമില്ലാത്ത ഒരു വികാരമാണ്, പരിണാമത്തിന്റെ അവശിഷ്ടമാണ്. നമ്മുടെ വയറിനകത്തുള്ള അപ്പൻഡിക്സ് പോലെ നമുക്കിപ്പോ ഒരു ഉപകാരവും ഇല്ലാത്ത, അതൊരു അവയവമാണെങ്കിൽ ഇത് ഒരു വികാരമാണ്, ഇത് തീരെ ആവശ്യമില്ലാത്തതാണ്. ആധുനികതയിലെ മിസ്ഫയർ എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാട്ടില് നമ്മൾ ഈ പറഞ്ഞ ഈ പുരാതന കാലത്ത് നമ്മളെ അതിജീവനത്തിന് സഹായിച്ച അതേ വികാരം, ആ വികാരം നമ്മളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ നമുക്ക് മൃഗങ്ങളോടൊന്നും കടിപിടി കൂടാൻ സമയമില്ല, നമ്മൾ അങ്ങനെ പേടിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം സുരക്ഷിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ വികാരം എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഈ ഭയവും വെറുപ്പും ഈ പകയും പ്രതികാരമൊക്കെ ഉണ്ടല്ലോ. കാട്ടിൽ ജീവിച്ച കാലത്ത് മുതൽ നമ്മളിൽ കൈമാറി വന്ന ഈ വികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അയലോക്കക്കാരനോട് കാണിക്കും, അപ്പുറത്തെ വീട്ടുകാരനോട് അല്ലെങ്കിൽ അപ്പുറത്തെ കുടുംബക്കാരോട് കാണിക്കും. സ്കൂൾ കുട്ടികൾ എന്താ ചെയ്യുക? അപ്പുറത്തെ സ്കൂളിൽ പോയി അടി ഉണ്ടാക്കും, അല്ലേ? ഇത് ഇപ്പോഴും നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഇത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു പരിണാമപരമായിട്ടുള്ള മിസ്ഫയർ ആയിട്ട് പറയുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പണ്ട് കാലത്ത് ഈ പച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾക്ക് നാരുകൾ അടങ്ങിയിരുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമുണ്ടായിരുന്നു. അത് വലിയ വലിപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനം അധികം നടത്തിയിട്ടുള്ള ആളല്ല. പക്ഷെ ഇന്ന് നമുക്കത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും സർജറിക്കുള്ള കാരണമാകാനും വേണ്ടി മാത്രമേ അപ്പൻഡിക്സ് ഉപയോഗപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗോത്രകാല ചിന്തകളിൽ നിന്ന് മാറി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന കാലത്ത്, നമ്മൾ കാട്ടിൽ ജീവിക്കുന്ന സമയത്തോ അത് കഴിഞ്ഞിട്ട് ചെറിയ ഗോത്രങ്ങളായി ജീവിച്ച സമയത്തോ നമുക്കുണ്ടായിരുന്ന ഈ ഒരു വികാരം ഇന്ന് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യമാണ്. നമ്മുടെ പുതിയ കാലത്ത് നമ്മൾ അതിജീവനത്തിന് വേണ്ടി നമ്മളെ സഹായിക്കേണ്ടത് യുക്തിബോധമാണ്, ശാസ്ത്രീയമായിട്ടുള്ള മനോവൃത്തിയാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന, ഇപ്പം ഇത് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കും, നമ്മൾ പണ്ട് മനുഷ്യർ ബാത്റൂം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ മൂത്രമൊഴിച്ചിരുന്നത്, അല്ലെ? ടോയ്ലറ്റ് പോയിരുന്നത്. അപ്പൊ നമ്മളുടെ വികാരങ്ങളെ പ്രോസസ് ചെയ്യുകയും നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കാനും പഠിച്ചിട്ടുണ്ട്. ആ കാര്യം വെറുപ്പിന്റെ കാര്യത്തിലും ബാധകമാണ്. വെറുപ്പ് മറ്റെന്തിനേയും പോലെ നമുക്കിപ്പോൾ ആവശ്യമുള്ള വികാരമേ അല്ല. കാരണം വെറുപ്പ്, വിദ്വേഷം ഇത് ഒരാളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അയാളുടെ യുക്തിചിന്ത മരവിച്ചിരിക്കും. ഒരാൾക്ക് ഭയം വന്നു, ഒരു വെപ്രാളത്തിലാണ് അല്ലെങ്കിൽ ഒരു ബേജാറിലായി, പെട്ടെന്നൊരു
റെസിസ്റ്റൻസ് മോഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അപ്പൊ യുക്തിപരമായിട്ടൊന്നുമല്ല കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും പ്രശ്നം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ഈ എന്താ പറയാ സൈബർ ലിഞ്ചിങ്ങാ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ സഹജമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം വരുന്നു, വെറുപ്പ് വരുന്നു, തെറി പറയാൻ മുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ യുക്തിബോധം കൊണ്ട്, നമ്മുടെ മാനവിക ബോധം കൊണ്ട് നമ്മൾ അതിനെ മെരിക്കാൻ പഠിക്കണം. അങ്ങനെ മെരുക്കിയിട്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകുന്നത്, നമ്മുടെ ചിന്തയിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു നിയന്ത്രണം ആവശ്യമുണ്ട്. അതാണ് പ്രൈമേറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ആദിമകാലത്തെ മനുഷ്യരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമുക്ക് തോന്നുമ്പോൾ ദേഷ്യം വരുമ്പം അപ്പുറത്തന്നെ മോന്തക്കടിക്കുക, ഇപ്പുറത്തെ വീട്ടിലേക്ക് കല്ലെടുത്തെറിയുക, ഇതൊന്നും മനുഷ്യർ ചെയ്യുന്നില്ല. അതിനെ നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ അതിനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇത് അൺലേൺ ചെയ്ത് കളയേണ്ട ഒരു സാധനമാണ്, തിരിച്ചറിഞ്ഞ് ഇല്ലാതാക്കേണ്ട സാധനമാണ്. അപ്പൊ ചോദിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണൂലേ, അപ്പൊ നമുക്ക് വെറുപ്പ് വരില്ലേ? ഒരാള് ഒരു കുട്ടീനെ എങ്ങനെ നിന്ന് വെറുതെ തല്ലുന്നു, നമുക്ക് വെറുപ്പ് വരുമോ? ദേഷ്യം വരുമോ? ഒരാൾ നമ്മളെ മുഖത്തോക്കി നുണ പറയുന്നു, എനിക്ക് ദേഷ്യം വരും. ഇതിനെ രണ്ടായിട്ട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പക്ഷം. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോട്, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരോട് നമുക്കുണ്ടാവേണ്ടത് വെറുപ്പല്ല, അത് രോഷപ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു ആത്മരോഷം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഇതും വെറുപ്പും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഉണ്ടാവുന്ന ധാർമ്മിക രോഷം, ഇപ്പൊ ഒരു അനീതി കാണിക്കപ്പെടുന്നു, ഒരാൾ അനീതിക്കിരയാകുന്നു, അനീതിക്കിരയാവുന്ന മനുഷ്യനോടുള്ള സഹാനുഭൂതിയും അനീതി കാണിക്കുന്നവനോടുള്ള ആത്മരോഷമോ അല്ലെങ്കിൽ ധാർമ്മിക രോഷമോ ആണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെ നമ്മൾ വെറുപ്പായിട്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോഴും പല ആളുകളും പറയുന്നത്. വ്യക്തികളോടോ ഗ്രൂപ്പുകളോടുള്ള വെറുപ്പ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. വെറുപ്പ് നമ്മൾ പറയുകയോ പ്രചരിപ്പിക്കുകയോ പ്രസരിപ്പിക്കുകയോ നമ്മുടെ ചിന്തയിൽ വെറുപ്പ് വരുന്നില്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അനീതി, ക്രൂരകൃത്യങ്ങൾ, അക്രമം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആത്മരോഷം ഉണ്ടാവണം, ധാർമ്മിക രോഷം ഉണ്ടാവണം. അതിനെതിരെ നമ്മൾ യുക്തമായ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ യുക്തിഭദ്രമായ മാർഗങ്ങൾ സ്വീകരിക്കണം. ഇത് രണ്ടും, ഈ വെറുപ്പും നമുക്കുണ്ടാവുന്ന ആത്മരോഷവും രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ലക്ഷ്യങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. വെറുപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു ജനവിഭാഗത്തിനെതിരെ ഉള്ളതാണ്. അതൊരു നശീകരണത്വരയായിട്ടാണ് മാറുക. ഒരാളുടെ വിശ്വാസമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ കാരണമോ അവനെ കാണുമ്പോൾ കല്ലെടുത്തെറിയണം എന്ന് തോന്നുന്നത്, അവന് വേറെ ആരെങ്കിലും തല്ലുമ്പോൾ സന്തോഷം തോന്നുന്നത്, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ വീട്ടിൽ ഒരാൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ ആ നന്നായി, എനിക്ക് അതന്നെ വേണം എന്ന് ചിന്ത വരുന്നത്, ഇതൊക്കെ വെറുപ്പാണ്. ഒരു മനുഷ്യനോടുള്ള, ഒരു കൂട്ട മനുഷ്യരോടുള്ള വെറുപ്പ് അതൊരു നശീകരണത്വരയാണ്, അത് തെറ്റാണ്. നമുക്കുണ്ടാവുന്ന രോഷപ്രകടനം നമ്മൾ ആ ഒരു പ്രവൃത്തിയോടുള്ള അമർഷമാണ്, ആ അനീതിയോടുള്ള അമർഷമാണ്. ആ അനീതി തടയപ്പെടണം, അത് പരിഹരിക്കപ്പെടണം, ഈ അനീതി ചെയ്യുന്നവൻ പരിഷ്കരിക്കപ്പെടണം എന്നതാണ് മാനവിക ചിന്ത. അല്ലാതെ ഒരാൾ കല്ലെടുത്തെറിയുന്നു, എന്നാ പിന്നെ അവനെ കൈ അങ്ങ് വെട്ടിക്കളയാം എന്നുള്ളതല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാളൊരു കുട്ടിയെ തല്ലുന്നു, നമ്മൾ വഴി കൂടി പോകുന്നു, ഒരാൾ നിന്നൊരു കുട്ടിയെ തല്ലുന്നു. നമ്മൾ ഈ മനുഷ്യനെ അങ്ങോട്ട് നശിപ്പിക്കണം എന്നാണോ തീരുമാനിക്കുക, അതോ ഈ കുട്ടിയെ ഈ തല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഈ ചങ്ങാതി ഇനി വേറെ ആരെയും അപ്പുറത്തെ കുട്ടീനെ പോയി തല്ലാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം? ഇത് തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇത് തമ്മിലുള്ള ഒരു അതിർവരമ്പ് വളരെ നേർത്തതാണ്. വെറുപ്പ് എപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കോംപ്ലിക്കേഷൻസിലേക്കാണ് മനുഷ്യരെ നയിക്കുന്നതെങ്കിൽ ധാർമ്മിക രോഷം സാമൂഹികമായിട്ടുള്ള തിരുത്തലിലേക്കും നവീകരണത്തിലേക്കുമാണ് മനുഷ്യരെ നയിക്കുക. അപ്പൊ ആരെങ്കിലും അക്രമം പ്രവർത്തിക്കുമ്പോൾ മിണ്ടാതിരിക്കലല്ല, അതല്ല ക്ഷമ. അതിനെ വെറുപ്പായിട്ടല്ല, അതിൽ നമുക്ക് രോഷം ഉണ്ടാവണം, ധാർമ്മിക രോഷം ഉണ്ടാവണം. അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ടും സധൈര്യവും ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ആശയങ്ങളോട്, പ്രശ്നങ്ങളോട് നമ്മൾ പോരടിക്കുകയും മനുഷ്യരോട് നമ്മൾ സഹാനുഭൂതി കാണിക്കുകയും വേണം എന്ന് സാരം. ഇനി ചില വെറുപ്പുകൾ വിശുദ്ധമാണ്. ഞാൻ ഒരു മുർത്തദായിട്ട്
രണ്ട് ഖുർആൻ വചനം പറയാതെ പോയാൽ ശരിയാവില്ല. വെറുപ്പ്, വിശുദ്ധമായ ചില വെറുപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ലോകത്തെ പല ഭാഗത്തും ചില വെറുപ്പുകൾ വിശുദ്ധമായ വെറുപ്പായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ അനുഭവിക്കുന്ന വെറുപ്പിനെ കുറിച്ച് തന്നെ പറയാം. മതപരമായ ഒരു കാര്യം, ഏറ്റവും വലിയ മതം എന്ന് അവർ തന്നെ മേനി നടിക്കുന്ന മതമായതുകൊണ്ടും നമ്മൾ പിന്നെ ആ കുടുംബത്തിൽ നിന്ന്, ആ തറവാട്ടിൽ നിന്ന് പുറത്തു വന്ന ആളായതുകൊണ്ടും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടും ഞാൻ അതിൽ തന്നെ ഊന്നാം. എല്ലാ മതങ്ങൾക്കും കുറഞ്ഞും ഏറിയും കുറഞ്ഞും ഇതിന്റെ വകഭേദങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതത് മതക്കാര് അതത് മതത്തിൽ, നമ്മുടെ മതത്തിൽ അതുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. പ്രമാണങ്ങളിൽ തന്നെ വെറുപ്പാണ്. അതാണ് വിശുദ്ധമായ വെറുപ്പ്, ഡിവൈൻ ഹേറ്റ്രഡ്. ഖുർആനിലും ഹദീസിലും നേരിട്ടുള്ള പരാമർശങ്ങളുണ്ട്. മനുഷ്യരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന, സഹാനുഭൂതിയിൽ നിന്ന് ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മതപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. ഖുർആനിൽ മാത്രമല്ല, ഹദീസിലുണ്ട്, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിയമങ്ങളിലുണ്ട്. ഇവര് വലിയ നന്മയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് സക്കാത്ത്. സക്കാത്ത് ഒരു സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലാണ്. ഇപ്പം ധനവാന്മാരായിട്ടുള്ള ആളുകൾ 2.5% ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം എന്ന നിയമം. അവിടെ പോലും മതത്തിൽ കൃത്യമായ ഫിൽട്ടർ ഉണ്ട്. ആ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ട ആളുകളുടെ ബാധ്യത തീരണമെങ്കിൽ ഈ 2.5% പൂർണ്ണമായും മതപരമായ വിധിവിലക്കുകൾക്ക് അധിഷ്ഠിതമായി കൊടുത്തു തീർക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം സക്കാത്ത് സ്വീകരിക്കുന്നവൻ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. അമുസ്ലിമായ ആളുകൾക്ക് സക്കാത്ത് സ്വീകരിക്കാവുന്ന അപൂർവം ചില സംഭവങ്ങളുണ്ട്. ജനറലി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഉൽഹിയത്ത് എന്ന് പറയുന്നത് മൃഗബലിയുമായി ബന്ധപ്പെട്ട ഇറച്ചി, ഒരു മൃഗബലി പറയുന്നത് പണ്ട് കാലത്ത് വിശപ്പില്ലാതാക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. അപ്പം ബലി ഇറക്കുമ്പോൾ, പൈസ ഉള്ളവർ ബലി ഇറക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് കുറെ ഇറച്ചി തിന്നാം. പക്ഷെ ആ ഇറച്ചി മുസ്ലിമിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആ മുസ്ലിമിന്റെ വിശപ്പ് അവിടെ പ്രസക്തമല്ല. ഖുർആനിലും ഹദീസിലും ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ അവിശ്വാസികളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ കാഫിറാണെന്ന് പറയുന്നത്. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശം. വേറൊരു സ്ഥലത്ത് പറയുന്ന വിഗ്രഹാരാധകർ അശുദ്ധർ തന്നെയാകുന്നു എന്നാണ്. ഖുർആൻ വചനങ്ങളാണ്. ഹദീസിലും ഉണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറയുന്ന ഖുർആൻ വചനമുണ്ട്. ഫിഖിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളിൽ അപ്പടി ഈ വിവേചനം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മതത്തിലേക്ക് വരുമ്പോൾ, ഗോത്രകാലം കഴിഞ്ഞ് മത ലോകത്തേക്ക് വരുമ്പോൾ, മതഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ വെറുപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ കാലത്തെ മനുഷ്യരിൽ ഉണ്ടായിരുന്ന ഒരു ജനിതകമായ അവസ്ഥയ്ക്ക് പകരം ഇതൊരു നിയമമാക്കപ്പെടുകയാണ്. വെറുപ്പ് ഒരു രാഷ്ട്രീയ സാമൂഹ്യ നിയമമായി അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന അവസ്ഥ മതങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും പ്രാഥമികമായി മനുഷ്യരെ വിവേചിച്ചിട്ട് വെറുപ്പും സ്നേഹവും ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകണം എന്ന് നിഷ്കർഷിക്കുന്ന മതനിയമങ്ങൾ. ആ വെറുപ്പിന്റെ ഇരകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള മതവിമർശകരും മതം ഉപേക്ഷിച്ചവരും മതത്തിൽ നവീകരണം വേണം എന്നാവശ്യപ്പെടുന്ന മതത്തിനകത്തുള്ള മനുഷ്യരും. ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഖുർആൻ വചനം പറയാം. ഇവര് മാനവിക സ്നേഹം പറയാൻ വേണ്ടി പലപ്പോഴും പല ചർച്ചകളിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വചനമായിരിക്കും, ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊന്ന പോലെയാണ് എന്ന് പറയുന്ന ഖുർആൻ വചനം. അതിന്റെ അവതരണ പശ്ചാത്തലത്തിന് സമാനമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു ഖുർആൻ വചനമാണ്. ഇത് മില്ലത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ ജനതയോട് അല്ലെങ്കിൽ ഇബ്രാഹിമിനോട് കൊടുക്കുന്ന കൽപ്പനയാണ്. മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇബ്രാഹിമിൽ മാതൃക. ഇബ്രാഹിമിന്റെ മാതൃക എന്ന് പറയുമ്പോൾ ഇസ്ലാമിലുള്ള ഒരുപാട് മാനവിക വിരുദ്ധമായ, മനുഷ്യത്വഹീനമായ, ആധുനിക ലോകത്ത് മനുഷ്യർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് മത നിയമങ്ങളും ആചാരങ്ങളും ഇബ്രാഹിമുമായിട്ട് കെട്ടുപണിഞ്ഞ് കിടക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനം കുട്ടികളുടെ മേൽ കാണിക്കുന്ന ക്രൂരകൃത്യമായിട്ടുള്ള സുന്നത്ത് കർമ്മം, ചേലാകർമ്മം. ഇബ്രാഹിം 80 വയസ്സുണ്ടായപ്പം കല്ല് ചെത്തുന്ന മഴു വെച്ചിട്ട് സുന്നത്ത് കഴിച്ചു എന്നാണ് കഥ. അതിന്റെ
ആ മില്ലത്ത്, ആ പാരമ്പര്യം അല്ലെങ്കിൽ അതിന്റെ മാതൃക പിൻപറ്റിയിട്ടാണ് ഈ ചെറിയ കുട്ടികളുടെ മേലിൽ ഈ ക്രൂരത കാണിക്കുന്നത്. മൃഗബലി, ഇബ്രാഹിം സ്വന്തം മകനെ അറക്കാൻ കൊണ്ടുപോയി എന്നും അപ്പം ഇബ്ലീസ് വന്ന് തടഞ്ഞു, എന്നിട്ട് ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ദൈവമാർഗത്തിൽ മകനെ ബലിയറുക്കാൻ ഇബ്രാഹിം മുന്നോട്ട് പോവുകയും അവസാനം ആ ഒരു ത്യാഗസന്നദ്ധതയിൽ ഇബ്രാഹിം ദൈവം പ്രീതിപ്പെടുകയും അവസാനം ആടിനെ അറുത്ത് തൃപ്തിപ്പെട്ടു ദൈവം എന്നാണ് കഥ. അതിന്റെ തുടർച്ചയിലാണ്, ആ മില്ലത്തിലാണ് ഇന്നും ലക്ഷക്കണക്കിന് മൃഗങ്ങൾ ഒരാവശ്യമില്ലാതെ അറുത്തുകൂട്ടപ്പെടുന്നത്. അപ്പൊ ഇത്തരം ഒരുപാട് അപരിഷ്കൃതമായ മത ആചാരങ്ങളുടെ പിതാവ് ഇസ്ലാമിൽ ഇബ്രാഹിമാണ്. ആ ഇബ്രാഹിമിനോട് ദൈവം, അല്ലെങ്കിൽ ഇബ്രാഹിം തന്റെ ജനതയോട് പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നതായിട്ട് ഖുർആനിലുള്ള വചനം, ഇബ്രാഹിം തന്റെ ജനതയോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കാലം വരെ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് വരെ ഞങ്ങളും തമ്മിൽ നിതാന്ത ശത്രുതയിലായിരിക്കും. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ നിങ്ങളും തമ്മിൽ എന്നേക്കുമായി ശത്രുതയും വിദ്വേഷവും പ്രകടമായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുന്നത് വരെ മനുഷ്യരോട്, അതിന് തയ്യാറാവാത്ത മനുഷ്യരോട് ശത്രുത, വിദ്വേഷം, അത് ഇബ്രാഹിമി മാതൃകയിൽ ഒരു മുസ്ലിം അനുവർത്തിക്കണം. സുന്നത്ത് കഴിക്കുന്നത് മതപരമായിട്ട് അവർ കരുതുന്നുണ്ടെങ്കിൽ മറ്റു മനുഷ്യരോട്, ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവും കൂടിയും അവരുടെ മതപരമായ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഈ ഖുർആൻ വചനത്തെ നമ്മൾ തള്ളിക്കളയേണ്ടി വരും. കാരണം അത് ഇബ്രാഹിം അന്ന് ആ ജനതയോട് പറഞ്ഞു എന്നല്ല ഖുർആനിലുള്ളത്. ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അന്ന് ഇബ്രാഹിം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, പിതാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, മരണശേഷവും പ്രാർത്ഥിച്ചു എന്നാണെന്ന് തോന്നുന്നു. പക്ഷെ മുഹമ്മദിലെത്തിയപ്പം മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം എന്ന വിശ്വാസപരമായ ഒരു കർമ്മം നിർവഹിക്കാൻ വിശ്വാസികൾക്ക് അവകാശമില്ല. ഒരാൾ മുസ്ലിം അല്ലാതെ ഒരാളിപ്പം വാപ്പ മരണപ്പെട്ടു അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു, അവർ വിശ്വസിച്ചിരുന്നില്ല. മകൻ വിശ്വാസിയാണ്, അയാളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും പഠിച്ചവനെ എൻ്റെ ഉമ്മാനെ വാപ്പാനെ സ്വർഗത്തിലാക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് മരണശേഷം പ്രാർത്ഥിക്കാൻ പോലും ദൈവം അനുവദിക്കുന്നില്ല. അത് ഒരു ദിവസം ഒരു സഹാബിയുടെ മാതാവോ പിതാവോ മരണപ്പെട്ട വിഷമത്തിലിരിക്കുമ്പോ അവര് നരകത്തിലായിരിക്കും എന്ന് മുഹമ്മദ് പറഞ്ഞത് ഈ അനുയായി അറിഞ്ഞിട്ട് സ്വന്തം ഉമ്മയോ വാപ്പയോ ഒക്കെ നരകത്തിലായിരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞ വിഷമത്തിലിരിക്കുമ്പോൾ മുഹമ്മദ് ചെന്നിട്ട് ആശ്വസിപ്പിച്ചത്, ഇജ്ജ് സമാധാനിക്ക്, ഇന്റെ വാപ്പിയും ഈ നരകത്തിലുണ്ടാവുന്ന. അപ്പൊ ഇതാണ് ദിവ്യമായ വെറുപ്പ് എന്ന് പറയുന്നത്. മുർത്തദ് എന്ന ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന നമ്മള്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന ഗണത്തിൽ അവരെണ്ണിയിട്ട് അവർ മനുഷ്യരോട് പ്രകടിപ്പിക്കുന്ന സകല വെറുപ്പിന്റെയും ആധാരം, അടിയാധാരം ഈ ഖുർആൻ വചനമാണ്. ഇത് 60-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ആർക്കും പരിശോധിക്കാം. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. മുഴുവൻ വായിച്ചാലും പ്രത്യേകിച്ച് പെരുന്നാളൊന്നും അതിനകത്ത് വരാനില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. ഇതിന് സമാനമായിട്ട് നിങ്ങളുടെ വീടുകളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നതിന്റെ അടുത്ത് പറയുന്നത് അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ്. ഇതിനൊക്കെ പറയാൻ ന്യായീകരണങ്ങളൊക്കെ പറയാം. ന്യായീകരണങ്ങളായിട്ട് ആരും വരുമ്പോ നമുക്ക് അതിന് മറുപടി അപ്പൊ പറയാം. അപ്പം ഈ വചനം അനുസരിച്ച്, നേരത്തെ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ അനുസരിച്ച് സ്നേഹബന്ധം പോലും തിന്മയായി മാറും, തെറ്റായി മാറും, അല്ലേ? നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ നിങ്ങളും നിതാന്ത ശത്രുതയിലായിരിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ച്, മീൻസ് ഇബ്രാഹിം പ്രഖ്യാപിച്ചതിന് നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ആള്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല, നമ്മൾ നിങ്ങളോടൊക്കെ സ്നേഹത്തിലായിരിക്കും എന്നൊരു വിശ്വാസി പറഞ്ഞാൽ അത് ദൈവനിന്ദയാവൂലേ? അത് പാപമാവില്ലേ? ആവും. അപ്പൊ സ്നേഹം കുറ്റകരമാവുന്ന അവസ്ഥ, വെറുപ്പ് ആരാധനയോ മതനിയമമോ ദൈവികമായ എന്തോ സാധനമോ ആവുന്ന അവസ്ഥ. ഇതാണ് മതങ്ങൾ, വിശിഷ്യ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കും. അപ്പൊ ഞാൻ മതം വിട്ടു എന്ന കാരണം കൊണ്ട് എന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ, എന്നെ ചീത്ത വിളിക്കാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നെ തെറി വിളിക്കാൻ അവന് കാരണമുണ്ട്. കാരണം ഗ്രന്ഥത്തിലുണ്ട്.
നമ്മൾ മുന്നോട്ട് വെക്കുന്ന മാനവിക ചിന്തയിൽ എന്നെ തെറി വിളിക്കുന്നു എന്നതുകൊണ്ട് അവനെ തെറി വിളിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമില്ല. കാരണം നമ്മൾ ഈ പ്രാകൃതമായ മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും പരിഷ്കാരം ആഗ്രഹിക്കുന്നവരോ അത് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തന്റെ ഒരു സൃഷ്ടി വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരോട് പറയാണ് മറ്റുള്ളവരോട് നിങ്ങൾ വെറുപ്പിലായിരിക്കണം. നമ്മൾ എന്താ പറയുന്നത്? ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹവർത്തിത്വത്തിലും കഴിയണം. ദൈവം എവിടെ കിടക്കുന്നു? നമ്മൾ എവിടെ കിടക്കുന്നു? ഇസ്ലാമിക ലോകത്ത് വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പറയാൻ പേടിയുള്ളതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് അൽ വല വൽ ബറാ, വലാവും ബറാവും എന്നാണ് അതിന്റെ. ഇതില് സ്നേഹം, സഹവർത്തിത്വം, സഹാനുഭൂതി അതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മീൻസ് ലോയൽറ്റി എന്നൊക്കെ പറയുന്നത് അതാണ് വലാ. മറ്റത് ബറാ ആണ്. ബറാ എന്ന് പറഞ്ഞാല് ദേഷ്യം, അമർഷം, രൂക്ഷത, അകലം, അവിശ്വാസം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഇതിൽ പറയുന്നത് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, അയാളുടെ വിശ്വാസം സമ്പൂർണ്ണമാകണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മില്ലത്ത് ഇബ്രാഹിമിന്റെ കൂടെ ഈ വലാവും ബറാവും കൂടിയും അയാൾക്ക് ബാധ്യതയുണ്ട്. ഈ വലാവും ബറാവും പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഷംസുദ്ദീൻ പാലത്തിങ്കൽ. പിന്നീട് അയാൾ തീവ്രവാദ കേസിലൊക്കെ അറസ്റ്റിലായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അയാൾ അവസാനം സലഫികൾ വരെ തള്ളിക്കളഞ്ഞു. ഏതാ ഈ 1000 ആളുടെ തല അരിയുന്നത് കാരുണ്യമാണെന്ന് പറഞ്ഞ മൗലവിമാര് പോലും ഈ പറയുന്ന വലാവും ബറാവും പറഞ്ഞപ്പോ ഷംസുദ്ദീൻ പാലത്തിങ്ങനെ തള്ളിപ്പറഞ്ഞു. കാരണം അത് നാട്ടുകാരോട് പറയാൻ പറ്റൂല എന്ന് ഇവർക്കറിയാം. കിതാബിലുണ്ട്, പക്ഷെ നമ്മൾ മുണ്ടൂല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഒരു അവസ്ഥ? മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തെക്കാളും ബന്ധത്തെക്കാളും വിശ്വാസത്തെക്കാളും ഒക്കെ പ്രധാനമായിട്ട് ദൈവവിശ്വാസത്തെ, അല്ലെങ്കിൽ അവര് പങ്കെടുക്കുന്ന ഒരു പൊതു, അല്ലെങ്കിൽ ഒരു പങ്കുവെക്കുന്ന ഒരു പൊതു ആശയത്തെ മുന്നോട്ട് വെക്കുക. സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണങ്ങൾ നടക്കുന്നിടത്തൊക്കെ ഇതിന്റെ കാരണം. ഇപ്പൊ ഒരാൾ മതം വിട്ടാൽ അവനെ പുറത്താക്കുന്നത്, ഒരാള് മതം ഉപേക്ഷിച്ച് ഒരാൾക്ക് വിശ്വാസം പോയി കഴിഞ്ഞാൽ ആ കുടുംബം വേർപെടുത്തുന്നത്, കുട്ടികളെ മക്കളെയും പിരിക്കുന്നത്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. എല്ലാത്തിന്റെ അടിയാധാരം ഇതാണ്. അതിപ്പോ ഇനി സ്വന്തം മകനായാലും അച്ഛനായാലും അമ്മയായാലും മകനായാലും എളാപ്പയായാലും മൂത്താപ്പയായാലും ഒന്നും വ്യത്യാസമല്ല. ഇന്നലെ വരെ നിങ്ങൾക്കൊരു കസിൻ ഉണ്ട്, നിങ്ങൾ ഒരുമിച്ചായിരുന്നു, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു, ഫ്രണ്ടായിരിക്കും, വേറൊരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്തു, ആത്മമിത്രങ്ങളായിരുന്നു. ഇതുപോലെ നമ്മൾ സോഡ കുടിച്ചാൽ അവൻ ഏമ്പക്കം വിടും, അങ്ങനെ കഴിഞ്ഞ ആളാണെങ്കിലും ആദ്യത്തെ ഒരാളുടെ ഈമാൻ തെറ്റിയാൽ പിന്നെ അവർ നിതാന്ത ശത്രുതയിലേക്ക് പോകണം. അതവരുടെ മതം അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വലാവും ബറാവും, ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളി. മൂല്യമാരെ കാണുമ്പോൾ ചോദിക്കണം, എന്താ നിങ്ങൾ വലയും ബറയും പറയാത്തതെന്ന് ചോദിച്ചാൽ. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ മനുഷ്യര് മാനവികത എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ്. ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ, ദേശ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശത്തിന് അർഹതയുണ്ട് എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ വലാവും ബറാവും വെച്ചിട്ട് ആദ്യം ഇത് ഫിൽട്ടർ ചെയ്യണം. ഇവന് വിശ്വാസം ഉണ്ടോ വിശ്വാസമല്ലേ എന്ന് ആദ്യം 2 ലൈനാക്കണം. ഇതാണ് ദൈവത്തിന്റെ മതവും മനുഷ്യരുടെ മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ വലാവും ബറാവും എന്ന് പറയുന്ന ഈ വിഭജനത്തിന്റെ മതിൽ തകർക്കുക എന്നത് വെറുപ്പിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ മനുഷ്യർ പങ്കുവെക്കുന്ന, മനുഷ്യർക്ക് തിരുത്താൻ കഴിയുന്ന വെറുപ്പാണെങ്കിൽ, ഞാൻ ഇപ്പൊ പറഞ്ഞത് ദൈവികമായ വെറുപ്പാണ്, ദിവ്യമായ വെറുപ്പ്. അതിന്റെ കോട്ട പൊട്ടിക്കുക എന്ന് പറയുന്നത്, അതിന്റെ മതിലുകൾ തകർക്കുക എന്ന് പറയുന്നത് മുർത്തദ്ദിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അതെന്തിനാന്ന് എനിക്കല്ല, ഒരു ഡി പൊട്ടിച്ചു കളയാനാണെന്ന് തോന്നുന്നു.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മുർത്തദ് എന്നുള്ള പദട്ടപ്പ് 2D അവസാനത്തിൽ ഇട്ടിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ഒരു കൗതുകമാണ്, പിന്നെ പറയാം. ഇത് ഞാൻ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ ഹദീസിലും മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലും ഒക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ബദർ എന്ന് പറയുന്ന ഒരു കൊള്ളശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്ന സംഘട്ടനം വിജയിച്ച് ആ വിജയത്തിന്റെ ഒരു സംഘം, ഒരു ഗോത്രം വിജയിക്കുമ്പോൾ ചുറ്റുമുള്ള ഗോത്രത്തിന് നേരത്തെ പറഞ്ഞ ഭയം ഉണ്ടാവും. ആ ഭയത്തെ മുഹമ്മദ് മുതലെടുക്കുകയും വിമർശിക്കുന്നവരെ പേരെടുത്ത് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് പറയാണ്, ഇന്ന ആളെ കൊല്ലാൻ ആരുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ അതിന് ആരെങ്കിലും ഇതാ ഞാൻ കൊല്ലാം എന്ന് പറയും. എന്നിട്ട് ആള് പോയി കൊല്ലും. ഉറങ്ങിക്കിടക്കുന്നവരെ, കുട്ടികൾക്ക് പാല് കൊടുത്തോണ്ടിരിക്കുമ്പം അവരെ ഒക്കെ കത്തി കൊണ്ട് കുത്തിയും വാളുകൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തുന്ന വെറുപ്പ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ 1000 ആളുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞത് ബനൂ ഖുറൈളയെ സംബന്ധിച്ചാണ്. 600 ആണോ 900 ആണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ദിവസം തച്ചിനിരുന്ന് ഒരു കൂട്ടം മനുഷ്യർ ഒരു ഗോത്രത്തെ നിരായുധീകരിച്ച് 25 ദിവസം ഉപരോധിച്ച്, ഭക്ഷണത്തിനും വെള്ളത്തിനും പോലും അവസ്ഥയില്ലാത്ത രീതിയിൽ ഉപരോധിച്ച് നിരായുധീകരിച്ച് പുറത്തിറക്കി കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് മനുഷ്യരിൽ ഗുഹ്യരോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആളുകളെ വേർതിരിച്ച് പുരുഷലക്ഷണം കാണിച്ചവരെ രാവിലെ മുതൽ വൈകുന്നേരം വന്ന് തലയരിയുക. ആ തലയരിയൽ കാരുണ്യമാണ് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ, മുഹമ്മദ് നബി അരിഞ്ഞ 1000 തല വേറെ ഏതാണ്? ഇതിനെ ന്യായീകരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ഇതാണ് വെറുപ്പിന്റെ അവസ്ഥ. വിമർശിക്കുന്നവരെ വാളുകൊണ്ട് കൈകാര്യം ചെയ്ത സമാധാനമാണ് മുഹമ്മദ് മദീനയിൽ സ്ഥാപിച്ചത്. അസ്മാ ബിൻത് മർവാൻ, അബു അഫ്ക് എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ, ബനൂ ഖുറൈള കോട്ടക്കൊല, കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്ന സമയത്ത് എനിക്ക് നുണ പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ജി പറഞ്ഞു. ചതിച്ചു കൊല്ലാൻ ഒരു ദേശത്തിന്റെ ഭരണാധികാരി തന്റെ അണികളോട് ചോദിക്കുകയാണ്, കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്താൻ ആരുണ്ട്? അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ ചെയ്യാം. അപ്പൊ ശരി, നബി അനുവാദം കൊടുത്തു. അപ്പൊ അയാൾ ഒരു കണ്ടീഷൻ വെച്ചു, എനിക്ക് കുറച്ച് നുണയൊക്കെ പറയാൻ അനുവാദം തരണം, ചതിവാക്കുകൾ പറയാൻ എന്നെ അനുവദിക്കണം. എന്നിട്ട് സ്നേഹബന്ധം, സൗഹാർദ്ദം സ്ഥാപിച്ച് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. അത്തറ് വാസന, ഭയങ്കര സംഭവം, നല്ല സ്മെല്ലാണ്, ഞാൻ ഇതുപോലെ ഒരു അത്തറ് ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അത് മണക്കാൻ വേണ്ടി തല പിടിച്ച് താഴ്ത്തിയപ്പം അപ്പുറത്ത് നിന്നവൻ വാളെടുത്ത് വെട്ടി തലയും ഉടലും വേർപെടുത്തി എന്നാണ് ചരിത്രം. അത് നമ്മൾ എവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വരുന്നല്ല, ഒരു കിതാബിൽ എഴുതി വെച്ചാൽ. ഇതാണ് വെറുപ്പ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്. മുർത്തദിനെ കൊല്ലണം എന്ന മത നിയമത്തെ കുറിച്ച് ഞാൻ ഈ പറയണില്ല, അത് പറഞ്ഞു നമ്മൾ മടുത്തു. അപ്പോൾ ചോദിക്കുന്നിട്ട് അനക്കിപ്പോ തലയുണ്ടല്ലോ എന്നാണ് ചോദിക്കും. അപ്പൊ നമ്മൾ വേറെ പറയുന്നില്ല, അത് പിന്നെ പറയാം. ഇതേ സാധനം ഇപ്പോഴും ഏറിയും കുറഞ്ഞും ഈ വെറുപ്പ് തലവെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ കൈയെങ്കിലും വെട്ടുക, ഒരു കാലെങ്കിലും വെട്ടുക, അതിനും പറ്റുന്നില്ലെങ്കിൽ ചാനലെങ്കിലും പൂട്ടിക്കുക, ഇല്ലെങ്കിൽ 4 ചീത്തെങ്കിലും വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? കാരണം വലാവും പറാവും അള്ള പറഞ്ഞാണല്ലോ, വെറുപ്പ് പ്രകടിപ്പിക്കണമല്ലോ, രൂക്ഷത കണ്ടെത്തണമല്ലോ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാ എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ വെറുപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഇരകൾ ഇങ്ങനെ മാറും, അതിന്റെ വക്താക്കൾ മാറും, ഇരകൾ മാറും. പക്ഷെ ഇതിലെ രസം, ഇതിന് ഇരകളാക്കപ്പെടുന്നവരെല്ലാം ഈ വെറുപ്പിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരോ, ഈ വെറുപ്പിൽ നിന്ന് മനുഷ്യർ മോചിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരോ, ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നവരോ മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും. അത് മദീനയിലായാലും ഇന്ത്യയിലായാലും വ്യത്യാസമൊന്നുമില്ല. ഏതു തരം വെറുപ്പിനും ഇത് ബാധകമാണ്. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കൊലകളായാലും മതസംഘടനകൾ നടത്തുന്ന കൊലകളായാലും അവരുടെ കിരാതമായ മതനിയമങ്ങൾക്കെതിരെയോ അവരുടെ നടപടിക്രമങ്ങൾക്കെതിരെയോ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്നവർക്കാണ് ഈ വെറുപ്പിന് അവർ ഇരകളാക്കപ്പെടുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഞാൻ ഇതിനെ കാണുന്നത്, വെറുപ്പ് ഇന്ന് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഒരു ഒരു പോയിസൺ ആയിട്ടാണ്, അവനവനെ തന്നെ ബാധിക്കുന്ന പോയിസൺ. മറ്റൊരു പ്രശസ്തമായിട്ടുള്ള വചനമുള്ളത്, മറ്റൊരാൾ മരിക്കാൻ കാത്തിരുന്നുകൊണ്ട് നമ്മൾ സ്വയം വിഷം കുടിക്കുന്നതാണ് ഈ സാധനം. അവനില്ലാതാവണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ മരിച്ചു പോകുന്ന, നമ്മൾ നശിച്ചു പോകുന്ന ഒരു വികാരമാണ് വെറുപ്പ്. വെറുപ്പിന്റെ വക്താക്കൾ ആദ്യം ചെയ്യുന്നത്
ആരോടാണോ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടത് അവർ സാധാരണ മനുഷ്യരല്ല എന്നൊരു വാദഗതി ഉണ്ടാക്കലാണ്. ഖുറാനിലൊക്കെ നമുക്കത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലും വെറുക്കപ്പെടേണ്ടവരെ ഡീഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. അവർ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ അർഹരല്ല, അവർ ഈ മാനുഷികമായിട്ടുള്ള പരിഗണനയ്ക്ക് അർഹരല്ല, അവർ ഈ അവകാശങ്ങൾക്ക് അർഹരല്ല, അവർ നമുക്ക് ഭീഷണിയാകും എന്ന തരത്തിലുള്ള സാധനം. ഡീഹ്യൂമനൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാണ് ഒരു കാഫിർ അല്ലെങ്കിൽ ഒരു സത്യം വിശ്വസിക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ കൊല്ലാൻ പ്രയാസമുള്ളവന് പോലും ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതിനെ കൊല്ലാൻ പ്രയാസം ഉണ്ടാവില്ല. ഒരു പുഴുവിനെങ്ങനെ ചവിട്ടി വരക്കാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ? അവൻ മനുഷ്യനെ ആ മാനവിക സങ്കല്പത്തിന് പുറത്താക്കുക, അവൻ മനുഷ്യനല്ലാതാക്കുക, ഡിഹ്യൂമനൈസ് ചെയ്യുക. അപ്പൊ പിന്നെ കൊല്ലാൻ എളുപ്പം. ഈ എല്ലാ വെറുപ്പിന്റെ പ്രചാരകരും നിങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ കൊലപാതകങ്ങളും ഈ കൂട്ടക്കൊലകളും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഇന്നും കാണുന്നത് അവർ മനുഷ്യർ എന്ന രീതിയിൽ പരിഗണിക്കാൻ അർഹരല്ല, അവർ സാധാരണ മനുഷ്യരല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കലാണ്. ഹിറ്റ്ലർ ജൂതന്മാരെ എലികളോട് ഉപമിച്ചതും, റുവാണ്ടയില് ഒരു കക്ഷി പാറ്റകളോടാണ് മനുഷ്യരെ ഉപമിച്ചത്. എളുപ്പല്ലേ പരിപാടി? ഇങ്ങനെ സംഭവിക്കുമ്പോ ഈ വെറുപ്പ് പ്രവർത്തിച്ചു തുടങ്ങുന്നിടത്ത് യുക്തി മരവിക്കും, മനുഷ്യത്വം മരവിക്കും. പിന്നെ അയാൾക്ക് റാഷണൽ ചിന്തയോ മാനവിക ബോധമോ ചിന്തയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യകാരണ അന്വേഷണമോ അങ്ങനത്തെ ഒന്നും വരില്ല. വെറുപ്പ് തലക്ക് പിടിച്ച ഒരാളോട് നിങ്ങൾ എത്ര യുക്തിവാദം പറഞ്ഞിട്ടും അയാള് തന്നെ എത്ര വലിയ യുക്തിവാദിയായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അയാളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് വെറുപ്പാണ്. വെറുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക, വിദ്വേഷം, വെറുപ്പ് എന്നിത്യാദി നമ്മളുടെ പ്രാചീനമായിട്ട് ജനിതകമായിട്ട് നമ്മളെ ഉള്ളിലുള്ള ആ സാധനം, അത് നമ്മളുടെ യുക്തിബോധത്തിനേക്കാൾ ആഴത്തിലാണ് തലച്ചോറിൽ ഇരിക്കുന്നത്. യുക്തിബോധം വേറെയാണ്, അത് നമ്മുടെ ഉപബോധ മനസ്സിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് നേരത്തെ പറഞ്ഞ വികാരങ്ങൾ. അപ്പൊ മുർത്തദ്ദായിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പം എന്നെ തെറി വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെറുപ്പുകൊണ്ടാണ്. അവന് അതിനിടയിൽ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത സൗഹാർദ്ദമോ കുടുംബ ബന്ധമോ ഒന്നും അപ്പോൾ ഒരു തടസ്സമല്ല. കാരണം അത് അവന്റെ യുക്തിബോധത്തിൽ അവന്റെ വികസിച്ച മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. മറ്റത് അവന്റെ പഴയ സാധനമാണ്, പഴയ സോഫ്റ്റ്വെയർ. വെറുപ്പ് അതുപോലെ തന്നെ സ്വയം നശീകരിക്കുന്ന ഒരു മാനസിക രോഗമാണ്. വെറുപ്പ് മാനസിക രോഗമായി മാറും. ദീർഘകാലം നിലനിൽക്കുന്ന, ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ മാത്രം പുറത്തു കടക്കാൻ പറ്റും. എത്ര ആഴത്തിൽ ഒരു മനുഷ്യൻ വെറുപ്പിൽ ആവുന്നോ അത്രയും അപകടകരമായ അവസ്ഥയിൽ ആ മനുഷ്യൻ പോകും. അത്രയും ബുദ്ധിമുട്ടായിരിക്കും അയാൾ ആ വെറുപ്പിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പല ആളുകളും വിചാരിക്കുന്നത് നമ്മളൊരു വിഭാഗത്തെ വെറുത്ത് ആ വിഭാഗത്തോട് വെറുപ്പ് പ്രകടിപ്പിച്ച് ആ വിഭാഗത്തോട് വെറുപ്പ് പ്രചരിപ്പിച്ച് ആ പ്രചാരണത്തിന്റെ ഭാഗമായാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാണ്. നെവർ എവർ. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവൻ വെറുപ്പിന്റെ ഇരയാണ്. അതൊരു ദീർഘകാലം ആ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രോഗമായി മാറും. അയാളുടെ സന്തോഷം നശിക്കും. ഒരാളോടുള്ള വെറുപ്പും വിദ്വേഷവും മാത്രം ഒരാളുടെ മനസ്സിൽ, മറ്റൊരാളുടെ മനസ്സിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാൽ അവന് നൈസർഗികമായ സർഗാത്മകമായിട്ടുള്ള ഒരു ചിന്തയും വർക്ക് ചെയ്യാണ്ടാവും. ആകെ വർക്ക് ചെയ്യുന്നത് വെറുപ്പിന്റെ തലം മാത്രമായിരിക്കും. കാരണം ആ തലച്ചോറിന്റെ ഭാഗത്തിന് വേറെ പണിയൊന്നുമില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ പകുതി ഇട്ട് കൊടുത്ത ബാക്കി തലച്ചോറ് ചെയ്തോളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് പോകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് എന്നെ തെറി വിളിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നത്. കാരണം നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തെറി വിളിച്ച് അവൻ സ്വയം നശിക്കും. അവനോട് ഞാൻ പറയും, എന്തിനാടാ തെറി വിളിച്ചിട്ട്, എന്തിനാടാ കൊന്നിട്ട് എന്നൊരു സിനിമ ഡയലോഗില്ലേ, അതേപോലെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എന്തോ വീരകൃത്യമാണെന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, വെറുപ്പ് എന്നത് നിങ്ങൾ മറ്റൊരാളോട് ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല, മറിച്ച് അയാൾ സ്വയം, ആ വ്യക്തി സ്വയം അനുഭവിക്കുന്ന നരകമാണ്. ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നമ്മൾ തിരിച്ച് യുക്തിബോധത്തെയും മനുഷ്യത്വത്തെയും ഒക്കെ അവിടത്തേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ നമ്മൾ പരിണാമത്തിന്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
അത് പറയുമ്പോ മതം വിട്ടാലും യുക്തിവാദി ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞത് മതം വിട്ടതുകൊണ്ട് ഒരാൾ മാനവികവാദി ആവില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ ഖുർആൻ വചനങ്ങളും ഇതൊക്കെ തലയിൽ കയറ്റി വെച്ച് വലാവും ബറാവും ഒക്കെ അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ഒരാൾ വെറുക്കാൻ ശീലിച്ച ആളാണ്, വെറുപ്പ് പ്രകടിപ്പിക്കാൻ പഠിച്ച ആളാണ്. അപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആളെ സംബന്ധിച്ച് നമ്മൾ അത് ബോധപൂർവം റിപ്പയർ ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ വെറുപ്പ് അവിടെ തന്നെ കിടക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വെറുപ്പ് ആരോട് പ്രകടിപ്പിക്കുന്നോ ആ ഗ്രൂപ്പ് മാറും എന്നേ ഉള്ളൂ. ഇന്നലെ വരെ നിങ്ങൾ വിശ്വാസിയാണ്, നിങ്ങൾ അവിശ്വാസികളോട് വെറുപ്പ് പറഞ്ഞു, തെറി പറഞ്ഞു. നിങ്ങൾ ഇന്ന് അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നിന്ന് വിശ്വാസികളോട് ഇതേ സാധനം ചെയ്യും. അപ്പൊ ഇത് ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നത് മാത്രമേ മാറുന്നുള്ളൂ. ആള് മാറിയിട്ടില്ല, ആളുടെ രീതിയും മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. അത്തരം ടോക്സിക് എത്തീസ്റ്റുകളെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ന്യായം എന്താന്ന് വെച്ചാൽ, നമ്മളെ വെറുക്കുകയും നമ്മളെ കൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന മതത്തെ നമ്മളും അതേ നാണയത്തിൽ വെറുക്കണം, അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കണം, അസഹിഷ്ണുത കാണിക്കണം എന്നാണ്. നമ്മൾ ഈ മതത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പരാതി മനുഷ്യരെ വേർതിരിക്കുന്നു, അപരവൽക്കരണം നടത്തുന്നു, വെറുപ്പ് പഠിപ്പിക്കുന്നു. അത് കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്. എന്നിട്ട് നമ്മൾ ഈ കുറ്റം അവരോട് തിരിച്ചു ചെയ്യാം എന്നതാണ് ന്യായം. വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ അന്ന് ആ മതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ മതത്തിനെതിരെ ആരോപിച്ച ആ ഗുണങ്ങൾ, ആ മതം നമ്മളെ തലയിൽ കുത്തി നിറച്ച സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യാസമൊന്നും ഇല്ല. സ്വഭാവമോ ആശയമോ അല്ല മാറിയത്. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് വിശ്വാസികൾ എന്തോ മോശക്കാരാണെന്നൊരു ധാരണയാണ്. യുക്തിവാദികൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുന്ന കുറെ യുക്തിവാദികളുണ്ട്. ഒരു കുന്തവുമില്ല. നമ്മള് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾക്ക് തിരിച്ചറിവുണ്ടായി, അല്ലെങ്കിൽ ഈ മതഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യണോ വേണ്ടേ എന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണയുണ്ടായി, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഒരാൾ മതവിശ്വാസം ഉപേക്ഷിച്ചത് കൊണ്ട് മദ്യപാനം തുടങ്ങുകയോ നിർത്തുകയോ ചെയ്യില്ല. ഒരാൾ മതവിശ്വാസി ആയിരുന്നത് കൊണ്ട് മോഷണം തുടങ്ങുകയോ നിർത്തുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് മതം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച സ്വഭാവവും ഗുണവും മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം മാറില്ല. ആ പ്രശ്നമാണെന്ന് തിരിച്ചറിയുകയും അത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടാവുകയും നമ്മളിൽ അതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടി നടത്തുകയും വേണം. പല ആളുകളും ഞാൻ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ എവിടുന്ന് കിട്ടുന്നു ഈ ക്ഷമ എന്നൊക്കെ ചോദിക്കാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചിരി വരും. എവിടുന്ന് കിട്ടിയതല്ലേ? ഞാൻ മതം വിട്ടതിന് ശേഷം വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട ഒരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങളൊരു യാത്ര പോയ സമയത്ത് അതിൽ പാതി വന്നൊരു വിശ്വാസിയായിട്ട് ഒരു തർക്കം നടന്നു. അപ്പൊ ആ തർക്കം വേറൊരാള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ തർക്കം മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. ഞാൻ എന്റെ തനി സ്വഭാവമൊക്കെ പുറത്തു വന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റേ മണിച്ചിത്രത്താഴിലെ ഗംഗയൊക്കെ മറ്റേ ഇത് ചാടി, നാഗവല്ലിയൊക്കെ ചാടി. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ, കാരണം നമ്മളുടെ നൈസർഗികമായിട്ടുള്ള ഒരു സ്വഭാവമല്ലേ. ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അയാൾ എനിക്കത് കാണിച്ചു തന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പൊ നമ്മുടെ മുഖഭാവമൊക്കെ എന്തോ ഭീകരമായൊരു സംഭവം. അപ്പൊ എനിക്ക് തന്നെ എന്നോടൊരു അവജ്ഞ തോന്നി. ഞാനൊരു 6 മാസം ഒന്നും മിണ്ടാണ്ടിരുന്നു. ഇനി ഇത് ശരിയാക്കിയിട്ട് മതി ആളുകളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഞാൻ വെറുതെ തമാശ പറയുന്നില്ല. 6-7 മാസം കഠിന പ്രയത്നം നടത്തിയിട്ടാണ് പ്രകോപനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മിണ്ടാതിരിക്കാനുള്ള ശീലം ആർജിക്കുന്നത്. ഞാൻ ഈ സമൂഹത്തോട് മതത്തിനെതിരെ, മതത്തിന്റെ വെറുപ്പിനെതിരെ, മതത്തിന്റെ അസഹിഷ്ണുതക്കെതിരെ, മതത്തിന്റെ ആക്രമണത്വരക്കെതിരെ സംസാരിക്കണമെങ്കിൽ എന്നിൽ സഹിഷ്ണുതയും സഹാനുഭൂതിയും ഉണ്ടാവണം എന്ന എന്റെ തീരുമാനമായിരുന്നു. അല്ലാതെ നമ്മൾ പറയണതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മൾ തോൽക്കുകയല്ല ചെയ്യുന്നത്. പല ആൾക്കാരും കുറെ ആൾക്കാർ ഇപ്പൊ ഇന്നലെ 2 ദിവസം മുൻപ് എന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വിളിച്ചു. എന്നെ പഴയ ഒരു അകന്ന കുടുംബമാണ്. അപ്പൊ അയാൾ
അയാൾ എന്നെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഫോട്ടോ ഏതെങ്കിലും ആംഗിൾ നിർത്ത ഒരു വക്രീകരിച്ച മുഖം കിട്ടുമല്ലോ, അതൊക്കെ ഇട്ട് നിർവൃതി അടയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളതൊക്കെ കാണും, ആസ്വദിക്കും. ഒരു പറയണത് തമാശ കേൾക്കുമ്പോൾ ചിരിക്കും, ചിലപ്പോൾ കോമാളിത്തരായിരിക്കും. വളരെ രൂക്ഷമായിട്ട് മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ രൂക്ഷമായിട്ട് കൊടുക്കും. അപ്പൊ ഇടയ്ക്ക് ഒരാൾ വിളിച്ചു സംസാരിച്ചപ്പം ഏതാണ്ട് ആ വ്യക്തിയുടെ അതേ സ്വഭാവം, ശബ്ദം എല്ലാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ ഗുണഗണങ്ങളൊക്കെ വിശദീകരിച്ച് AI കൊണ്ടൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് വന്നപ്പോ ഏതാണ്ട് മുഖസാദൃശ്യം വന്നു ഇയാളുടെ. നമ്മളത് വെച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിറ്റേ ദിവസം അയാൾ എന്നെ വിളിച്ചു, നിങ്ങൾ എന്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്തില്ലേ? ഭയങ്കര ദേഷ്യപ്പെട്ട് ആക്രോശിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത് നിന്റെ ഫോട്ടോ അല്ലല്ലോ. അയാൾ കുറെ അങ്ങ് ചീത്ത വിളിച്ചു, അതില്ലാത്തവന് ഇതില്ലാത്തവന്. എന്താണ് ഫാദർലെസ് പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താ ഈ ഫാദർലെസ്? അവൻ അതൊക്കെ ഭയങ്കരമായിട്ട് വിശദീകരിച്ച് തന്നു. ഒരു കുട്ടി ക്ലാസ് എടുക്കുന്ന പോലെ എന്താണ് തന്തയില്ലായ്മ എന്നൊക്കെ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. ഭയങ്കര ഹാപ്പിയായി, അവൻ ഹാപ്പി ആയിട്ട് പോയി. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഈ ഓഡിയോ കൊണ്ടുപോയിട്ട് അവരുടെ ഗ്രൂപ്പില്, അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ വീഡിയോയുടെ താഴെ വന്ന കമന്റാണ്. അതിൽ ഏകപക്ഷീയമായിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കാൻ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്, ഓ ലിയാഖത്തിന് വയറ് നിറച്ചു കൊടുത്തു, അടിപൊളി അടിപൊളി. അപ്പൊ എന്നെ കുറെ ചീത്ത വിളിച്ചാൽ അത് മഹാസംഭവമാണ് എന്ന് വിചാരിക്കുന്ന വിശ്വാസിയുടെ മനോനില, അതാണ് പ്രശ്നം. എന്നെ സംബന്ധിച്ചപ്പോ എന്നെ കുറെ ആൾക്കാർ ചീത്ത വിളിക്കും. എനിക്ക് ദേഷ്യം വന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ലൈന് തെറ്റിക്കുക, ട്രാഫിക്കിൽ പ്രശ്നം ഉണ്ടാക്കി, അതിപ്പോഴും നമുക്ക് അടുത്ത് പുറത്തിയാടും. നമ്മളിങ്ങനെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യും, ഇല്ലെങ്കിൽ അതിനെ സർഗാത്മകമായിട്ട് കൈകാര്യം ചെയ്യും. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പരിശീലനം ആവശ്യമുള്ള സാധനമാണ്. അല്ല നമ്മൾ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒക്കെ ശരിയായി നമ്മളെല്ലാം പെർഫെക്റ്റാ. കാരണം എന്താ? നമ്മൾ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, നമ്മൾ ബ്ലഡി എത്തിസ്റ്റ് അല്ലേ, പിന്നെ ഒന്നും പഠിക്കല്ല, പിന്നെ ഒക്കെ തഴഞ്ഞു എന്നാണ് കഥ. അപ്പൊ അത്തരം ആളുകളോടും അത്തരം ആളുകളിൽ നിന്നും വെറുപ്പും പ്രതികാരവും ഒക്കെ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിനൊക്കെ വളരെ സർഗാത്മകമായിട്ടാണ് കാര്യം ചെയ്തത്. എവിടെയെങ്കിലും നമ്മളൊരു കൊട്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയാൽ അത് കൃത്യമായ അളവിലും തൂക്കത്തിലും കൊടുക്കും, മിണ്ടാതിരിക്കും. നമ്മളതിന്റെ പുറകെ പോകാനോ, കാരണം അവരത് പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എനിക്കറിയാവുന്നത് കൊണ്ട്, നമുക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തത് കൊണ്ടും അത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ടും അതങ്ങ് വിടും. എല്ലാരെയും തെറി വിളിക്കുന്ന ഒരുത്തൻ എന്നെ തെറി വിളിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും ഇല്ല. പണ്ട് കൊല്ലത്തുനിന്ന് ഒരു താത്ത പിന്നാലെ കൂടി, ഏതാ തിരുവനന്തപുരത്തുനിന്ന്, ദിവസം 3 വീഡിയോ ഒക്കെ ആയിരുന്നു. വെറുതെ എന്നെ തെറി വിളിക്കുക, എന്റെ വൈഫിനെ തെറി വിളിക്കുക, വീട്ടുകാരെ തെറി വിളിക്കുക. അപ്പൊ അത് അവർക്കൊരു മനസ്സുഖം. എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്നും ചെയ്യാറില്ല. അത്തരം കാര്യങ്ങളോടൊന്നും നമ്മൾ എൻഗേജ് ചെയ്യാറുമില്ല. പരമാവധി നമ്മൾ ചെയ്യുന്നത് അകലം പാലിക്കുക എന്നുള്ളത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാധനം, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രതലം, അവിടുന്ന് മാറി നിൽക്കുക. ഏറ്റവും ചുരുങ്ങിയ പ്രതികരണമാണത്, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പ്രതിഷേധമാണത്. അതൊരു ജനാധിപത്യത്തിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണിമുടക്ക് കഴിഞ്ഞു അല്ലേ, തൊഴിൽ നിയമങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ട്, നമ്മൾ പണി മുടക്കി നമ്മുടെ പ്രതിഷേധം അറിയിക്കും. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ആശയങ്ങളായിട്ട് മറുപടി പറയാനോ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനോ ആണ് ആർജവം വേണ്ടത്. തെറി വിളിക്കാൻ ഒരു പുല്ലും വേണ്ട നമ്മളെ കയ്യിൽ, കുറച്ച് ശബ്ദം ഉണ്ടായാൽ മതി അല്ലെ. പിന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചെടുത്ത കുറച്ച് വൊക്കാബുലറി വേണം. വേറെന്താ വേണ്ട? ഫോണിൽ പൈസയും വേണം, ബാലൻസും വേണം, ആർക്കും വിളിക്കാം. അതുകൊണ്ടല്ലേ ചെറിയ കുട്ടികൾ മുതൽ 90 വയസ്സായ കളവിന് വരെ എല്ലാ കാലത്തും ഒരു തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് തെറിവിളി. അതേസമയത്ത് 8ന്റെ ഗുണനപ്പട്ടിക എല്ലാം പറഞ്ഞാൽ അറിയും. അത് പ്രായത്തിനനുസരിച്ചും അവന്റെ അവസ്ഥക്കനുസരിച്ചും വിദ്യാഭ്യാസത്തിനനുസരിച്ചും എടുക്കുന്ന തൊഴിലിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ തെറി അപ്പോഴും വിളിക്കും, കളക്ടർക്കും വിളിക്കാം, സ്വീപ്പർക്കും വിളിക്കാം. അവിടെ തെറിവിളി ഒരു മനുഷ്യനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്, വിദ്വേഷം പ്രകടിപ്പിക്കുന്നത്, അതിപ്പോ എന്നോട് പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. ചില ആൾക്കാരൊക്കെ തെറി വിളിക്കുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ കാണാൻ ഒരു രസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ആസ്വദിച്ചിരിക്കുക. എല്ലാം കഴിയുമ്പോൾ സുഖല്ലേ, ഒരു നാരങ്ങാശോട എടുക്കട്ടെ എന്ന് ചോദിക്കുക, അത്രേ ഉള്ളൂ.
അതേ സമയത്ത് നമ്മൾ മാനവിക ബോധത്തിലേക്ക് വളരണമെങ്കിൽ അവിടെ നമുക്ക് യുക്തിബോധം വേണം, എമ്പതി നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അല്ലേ? ഒരാൾക്ക് അടി കൊള്ളുമ്പോൾ നമുക്ക് വേദനിക്കുന്ന ഫീല് വരണം, അതാണ് എമ്പതി. ഒരാൾക്കൂട്ടം കൂടി നിൽക്കുന്നു, ഒരാളെ തല്ലുന്നു. ഇപ്പം പണ്ട് കുറച്ചു കാലം മുൻപ് മധുവിനെ തല്ലിക്കൊന്നു അട്ടപ്പാടിയിൽ. ആ കൂട്ടത്തിൽ മധുവിനെ തല്ലിക്കൊന്നവൻ അവൻ എന്തെങ്കിലും ഒരു ധീരത, ഭയങ്കര ധീരകൃത്യം ചെയ്ത ആളാണോ? അല്ലല്ലോ. അതാർക്കും ചെയ്യാം. നീ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ കൂടുവാൻ എല്ലാവർക്കും പറ്റും. അപ്പൊ അതിനൊന്നും വലിയ കാര്യമില്ല. അതേ സമയത്ത് സർഗാത്മകമായി, ക്രിയാത്മകമായി, കൺസ്ട്രക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ തലച്ചോറ് പണിയെടുക്കണം. അതിന് സമയമെടുക്കും, അതിന് നമുക്ക് എനർജി ചെലവഴിക്കണം, നമ്മൾ വായിക്കണം, പഠിക്കണം. ചീത്ത വിളിക്കാൻ ഒരു കുന്തവും വേണ്ട, നമുക്ക് ഇരുന്ന് വിളിക്കാം. മുർത്തദുകളെ തെറി വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെ മുർത്തദുകളെ മീൻസ് നമ്മളെ തെറി വിളിക്കുന്ന അതേ ഭാഷയിൽ അങ്ങോട്ട് തെറി വിളിക്കുന്ന ആൾക്ക് കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും അപകടകാരികളാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ മതം വിട്ടത് മതം മാനവിക വിരുദ്ധമായ ആശയങ്ങൾ പേറുന്നു എന്നതുകൊണ്ടാണ്. അത് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം മാനവികതയാണ് എന്ന് വിശ്വസിക്കുന്നു. മാനവിക വിരുദ്ധമായ രീതി മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധമായ ആശയം ആൾക്കാരെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. മതം തലേന്ന് ഇറക്കി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ വെറുപ്പിന്റെ കറയും കൂടെ കഴുകിക്കളയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പം ഞാൻ നേരിടുന്ന വേറൊരു പ്രശ്നമാണ്, ഞാൻ ക്യാൻസൽ കൾച്ചറിന്റെ ആളാണ്. ഇതൊട്ടും വ്യക്തിപരമല്ല കേട്ടോ, അത് ഞാൻ പറയുന്നത് ഒട്ടും വ്യക്തിപരമായിട്ട് ആരും എടുക്കരുത്. വ്യക്തിപരമല്ല, വ്യക്തിപരമായതൊക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് അവസാനിപ്പിച്ചാണ്. ഞാൻ പറയുന്നത് പൊതുവായ കാര്യം. പൊതുവിൽ ആൾക്കാർ പറയുന്ന ഒരു പ്രയോഗമാണ് ക്യാൻസൽ കൾച്ചർ. എനിക്കെതിരെ ആക്ഷേപം വന്നിട്ടുണ്ട്. ചില ആളുകളോട് ഞാൻ സഹകരിക്കില്ല, ചില പരിപാടികളിൽ ഞാൻ പങ്കെടുക്കില്ല. ജനാധിപത്യത്തിൽ അതെന്റെ അവകാശമാണ്. എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, ഇല്ലേ? പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവണം എന്ന് പറയാൻ കുറച്ച് ആൾക്കാർക്ക് അവകാശമുണ്ട്. ഒരു കാരണവശാലും ആരായാലും പിണറായി ആവാൻ പാടില്ല എന്ന് പറയാനും അവകാശമുണ്ട്. എന്നതുപോലെ ഏത് കാര്യത്തിലും ജനാധിപത്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തിപരമായ നിലപാടെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടുക എന്ന രീതിശാസ്ത്രം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ കലാപരിപാടി ചെയ്യുന്നവരുമായിട്ട് സഹകരിക്കില്ല എന്നത് എന്റെ നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടൂല, ചിലർ തെറ്റിപ്പോവും. അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നെ വിമർശിക്കാൻ, എന്നെ ക്യാൻസൽ കൾച്ചർ ആണ് എന്ന് പറയാൻ, ആക്ഷേപിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ക്യാൻസൽ കൾച്ചർ അതല്ല എന്ന് സാമാന്യ ബോധത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവ് കേൾക്കുന്നവർക്ക് ഉണ്ടാവണം എന്നാണ്. നമ്മൾ വെറുപ്പിനെതിരെ പ്രസംഗിക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ഒരു പാർട്ടിയുടെ സായുധ സംഘത്തിൽ കയറിയിട്ട് മറ്റേ പാർട്ടിയുടെ സായുധ വിപ്ലവത്തിനെതിരെ നാട്ടുകാരെ വീട്ടിൽ കയറി അക്രമം പ്രവർത്തിക്കുന്നത് സർഗാത്മക പ്രവർത്തനമല്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇസ്ലാമിൽ കാണുന്ന പോരായ്മകൾ വേറൊരാൾ കാണിക്കുമ്പോൾ അതിനെയും അപലപിക്കാനുള്ള ബാധ്യത. മുഹമ്മദ് മാത്രം മോശം, ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ മിടുക്കന്മാർ, അങ്ങനെ ചിന്തയൊന്നും എനിക്കില്ല. അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിമർശിക്കുന്ന എന്നെ സംബന്ധിച്ച് ബാക്കി പ്രവാചകന്മാരും ദൈവങ്ങളൊക്കെ സമമാണ്. അതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട്. സഹിഷ്ണുത, അപ്പൊ പറയും നമ്മൾ സ്നേഹം കൊണ്ട് നേരിടണം, ആശയം കൊണ്ട് നേരിടണം, എതിർക്കണം എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത് ഇതും ഒരു ആശയ പ്രചാരണ രീതിയാണ്. സഹിഷ്ണുതയുള്ള ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യത്തോട് അസഹിഷ്ണുക്കളായിരിക്കണം. അത് അസഹിഷ്ണുതയോടാണ്. അസഹിഷ്ണുതയോട് സഹിഷ്ണുത കാണിച്ചിട്ട് നിങ്ങൾക്ക് ലോകത്ത് സഹിഷ്ണുത വളർത്താൻ കഴിയില്ല. അതാണ് ആ കാര്യത്തിലുള്ള എൻ്റെ നിലപാട്. ഇതും ഒരു പ്രശസ്ത തത്വചിന്തകന്റെ കോട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെറുപ്പ് വിൽക്കുന്നവരോട് കൂടില്ല എന്ന് നിലപാട് ഉറപ്പിച്ചു പറയണം. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളും അവസരങ്ങളും വേണ്ടാന്ന് വെക്കണം, ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് വെക്കും. അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അകലം പാലിക്കണം? ഒരു കാര്യം തെറ്റാണ്. നമ്മൾ ഈ
മദ്യനിരോധന സമിതിയിൽ സമരം മുദ്രാവാക്യം വിളിക്കുകയും എന്നിട്ട് ഈ പട്ടച്ചാരായത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത്രേ ഉള്ളൂ, അത് സിമ്പിളാണ്. വെറുപ്പ് വിൽക്കുന്ന കടകളിൽ നിന്ന് സാധനം വാങ്ങാതിരിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അപ്പൊ വിദ്വേഷ പ്രചാരകരുമായിട്ട് സഹകരിക്കില്ല എന്ന് നമ്മൾ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ്. അത് അങ്ങനെ തന്നെയാണ്, ഇന്നും എന്നും അങ്ങനെയാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് വെറുപ്പായിട്ട് പല ആൾക്കാരും പറയുന്നത്, ഇതും വെറുപ്പല്ലേ, അപ്പൊ ഇതും നിങ്ങൾ വെറുപ്പ് തന്നെയല്ലേ പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ആ വ്യത്യാസം കൂടി ക്ലിയർ ആയിട്ട് പറയും. ഞാൻ ഇതിന്റെ സ്ലൈഡുകളൊക്കെ തരാം, ഒന്ന് കാണിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അസഹിഷ്ണുതയോട് നമ്മൾ എപ്പോഴും കടുത്ത അസഹിഷ്ണുതയിലായിരിക്കണം. നമുക്ക് വെറുക്കാൻ എന്തിനെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് എന്തിനെങ്കിലും ഒന്ന് വെറുത്തേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾ വെറുപ്പിനെ വെറുത്തോളൂ, മറ്റൊന്നിനോടും വെറുപ്പ് പാടില്ല. അപ്പൊ എന്താണ് ഈ താരതമ്യം? ഞാൻ പറയാം. മതപരമായിട്ടുള്ള വെറുപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഗോത്രീയമായിട്ടുള്ള വെറുപ്പ്, മതപരമായിട്ടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ അസ്തിത്വത്തെ നശിപ്പിക്കാനുള്ള ത്വരയാണ്. അതേസമയത്ത് ജനാധിപത്യമായിട്ടുള്ള പ്രതിരോധം, വിട്ടുനിൽക്കൽ, ബഹിഷ്കരണം തുടങ്ങിയിട്ടുള്ളത് ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ പ്രവൃത്തിയോടുള്ള പ്രതിഷേധമാണ്. അത് ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പിന്റെ കൂടി നമ്മൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ആ വിദ്വേഷ പ്രചാരണം അത് നമ്മളുടെ ചെലവിൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരാൾ വിശ്വാസി ആയതുകൊണ്ട് അവിശ്വാസി ആയതുകൊണ്ട് വെറുക്കുന്നോ അല്ലേ എന്നുള്ളത് ഇത് അങ്ങനെയല്ല. ഇതൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതി, അതിനോടുള്ള വിയോജിപ്പാണ്. എന്താണ് ഇതിന്റെ പ്രേരണ? വെറുപ്പിന്റെ പ്രേരണ അന്ധമായിട്ടുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ഗോത്രീയമായിട്ടുള്ള ആ ഒരു ബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തതാണ്. മതപരമായിട്ട് പറഞ്ഞാൽ അള്ളാഹ് വെറുക്കാൻ പറഞ്ഞു, ഞാൻ വെറുക്കുന്നു. അള്ളാഹ് സ്നേഹിക്കാൻ പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു. വെറുപ്പും സ്നേഹവും അള്ളാഹുവിന് വേണ്ടി എന്ന് ചിന്തിക്കുന്നവരുടെ വെറുപ്പും, സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ ഒരാൾ പോകുമ്പോൾ അയാളോട് സഹകരിക്കുന്നില്ല എന്നത് ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ പങ്കാളിയാവില്ല എന്ന സമൂഹത്തോടുള്ള കരുതലാണ്, അത് പ്രതിരോധമാണ്. അപ്പൊ ചില ആൾക്കാർ വിളിച്ചു എന്നെ, ഒരാള് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇപ്പൊ അതവിടെ സജീവേട്ടനിരിക്കും. സജീവേട്ടനോട് ഞാൻ പറയാം, സജീവേട്ടൻ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സംഘാടകരോട് പറയാണ് സജീവേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഉണ്ട്. സജീവേട്ടനും പറയാം. അപാകതയുള്ള പറച്ചിൽ എന്താ? നിങ്ങൾ സജീവേട്ടനെ ഒഴിവാക്കുക, അപ്പൊ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം അത് മറ്റൊരു ഉദ്ദേശത്തിൽ പറയുന്നതാണ്, മറ്റതൊരു നിലപാടാണ്. അത് മനസ്സിലാക്കണം. ഇനി എന്താണ് ഇത് തമ്മിലുള്ള സമീപനത്തിലുള്ള വ്യത്യാസം? വെറുപ്പ്, നമ്മൾ വെറുക്കുന്ന ഒരു മനുഷ്യന്റെ നശീകരണം ആഗ്രഹിക്കുകയാണ്, അവരില്ലാതാകണം, അവരങ്ങോട്ട് ഇല്ലാണ്ടായാൽ അവിടെയൊക്കെ അങ്ങോട്ട് ശരിയാവും എന്ന ചിന്തയാണ്. അല്ലെങ്കിൽ ഓനെ അങ്ങോട്ട് കൊന്നാൽ കുടുംബം രക്ഷപ്പെടും എന്ന ചിന്തയാണ്. നമ്മൾ ഈ പറയപ്പെടുന്ന ജനാധിപത്യപരമായിട്ടുള്ള വിട്ടുനിൽക്കലും ബഹിഷ്കരണവും ആ വിദ്വേഷം, വെറുപ്പ് പ്രസരിപ്പിക്കുക എന്ന് പറയുന്ന രോഗത്തിനോടുള്ള പ്രതിരോധമാണ്. അത് മാറിക്കഴിഞ്ഞാൽ അത് ആ പ്രശ്നം, ആ പ്രതിരോധം, ആ പ്രതിഷേധം അവിടെ തീരും. മറ്റത് സ്ഥായിയായി നിൽക്കും. ഇത് ആശയം മാറുമ്പോ അല്ലെങ്കിൽ നിലപാട് മാറുമ്പോൾ മാറും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുന്നവര് നിങ്ങൾ വേറെ ചില ആൾക്കാരെ ബഹിഷ്കരിക്കുന്നു, ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞാൻ ആരെയും ബോയ്ക്കോട്ട് ചെയ്യില്ല, ബഹിഷ്കരിക്കില്ല. പക്ഷെ ഞാൻ എന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും, ചില പ്രതലത്തിലേക്ക് പോകണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇത് പറയുന്നവരും ചെയ്യും. ഇത് ആക്ഷേപിക്കുന്ന പല ആൾക്കാരും എന്നെ ഇതുവരെ പരിപാടിക്ക് തന്നെ വിളിച്ചിട്ടില്ല. ഏതാ? അപ്പൊ അത് അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. ആരൊക്കെ വരണം, ആരൊക്കെ പോകണം, ആരൊക്കെ വിളിക്കണം. അങ്ങനെ വിളിച്ചു എന്നതുകൊണ്ട് വരണം എന്ന ബാധ്യത ഉണ്ടോ? ഇല്ല. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോണോ പോണ്ടേന്ന് ആലോചിക്കാനും അഭിപ്രായം പറയാനും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരെ നേരെ പോയതുകൊണ്ട് എന്നെ ഇപ്പോൾ ഒരാൾ പരിപാടിക്ക് വിളിക്കുകയാണ്, എനിക്ക് വരാൻ പറ്റാത്തൊരു പരിപാടിയാണെങ്കിൽ ഞാൻ വരില്ല, ഞാൻ ഉണ്ടാവില്ല ആണ് പറയും. പിന്നെന്തിനാ അത് വെച്ചോണ്ടിരിക്കുന്നേ? ഞാൻ നോക്കട്ടെ, ഞാൻ സമയമുണ്ടോ നോക്കട്ടെ.
ഡിപ്ലോമസി കളിക്കാനൊന്നും എനിക്ക് സമയമില്ല. പിന്നെ ഇത് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു ആലോചിച്ചിരിക്കണം, എന്തൊക്കെ നുണയാ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇത് ആലോചിക്കാനല്ലോ. നുണയാണെങ്കിൽ ഇത് 10 ആളോട് 10 കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അയാളോട് എന്താ പറഞ്ഞത് അതൊക്കെ ഡയറി എടുത്ത് നോക്കേണ്ടി വരും. എന്താ ലാക്കിനത്? പറയാനുള്ള കാര്യം നേരെ പറഞ്ഞാൽ നമുക്ക് അടുത്ത പണിക്ക് പോയിക്കൂടെ? അതെന്റെ ഒരു രീതിയാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലവർക്ക് അത് ശരിയായിട്ട് തോന്നും, ചിലവർക്ക് തെറ്റാവും. പക്ഷെ നമുക്ക് നമ്മുടെ ശരിയിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്യാൻസൽ കൾച്ചർ എന്ന ആക്ഷേപം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇനി കേൾക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ നിലപാട് പറഞ്ഞുള്ളൂ. സഹിഷ്ണുതയുള്ള ഒരു ലോകം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടി വരും. എപ്പോഴും പല ആൾക്കാർ പറയും രോഗിയോടല്ല രോഗത്തോടാണ്, അതല്ലെങ്കിൽ പന്തിനാണ് കാലിനല്ല എന്നൊക്കെ പറയും. പറഞ്ഞാൽ പോരാ, അത് അങ്ങനെ തന്നെ ആവണം. നമ്മളെ പ്രവൃത്തിയിലും സംസാരത്തിലും ഒക്കെ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുപ്പ്, വിദ്വേഷം, അവിടെ നിന്നുള്ളതും ഇവിടെ നിന്നുള്ളതും എന്താ പരിഹാരം ഒറ്റൊന്നേ ഉള്ളൂ, മാനവികത മാത്രമേ ഉള്ളൂ. സഹാനുഭൂതി വളർത്തുകയും മാനവിക ചിന്തയിലേക്ക് നമ്മളെ മനസ്സിനെ, നമ്മുടെ വെറുപ്പിന് മുകളിലേക്ക് സഹാനുഭൂതിയെ വളർത്തിക്കൊണ്ടുവരാനും വെറുപ്പിനെ സപ്രസ് ചെയ്യാനും ഈ പറയുന്ന സഹാനുഭൂതിയെ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ശാസ്ത്രീയമായിട്ടുള്ള മനോവൃത്തി, വൈകാരികമായിട്ടുള്ള ഈ തള്ളിച്ചകൾക്ക് അപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനവും യുക്തിഭദ്രമായിട്ടുള്ള ചിന്തയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ലേബലുകളൊന്നും കാര്യമല്ല. അതുകൊണ്ട് മുർത്തദ്ദാണോ, മുസ്ലിമാണോ, മുനാഫിക്കാണോ, അതല്ലെങ്കിൽ പള്ളിയിലച്ചനാണോ, നമ്പൂരിയാണോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ നിലപാട് പറയുന്നത്. സഹാനുഭൂതി എന്ന് പറയുന്നത് പലരും പറയും മതമൊക്കെ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹം. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതപരമായ വിശ്വാസപരമായിട്ടുള്ള അതിർവരമ്പുകൾ ഉണ്ടാവും. ഒരു അതിർവരമ്പും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യർ എന്ന രീതിയിൽ സ്നേഹിക്കാനും സഹകരിക്കാനും കഴിയുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. നേരത്തെ പറഞ്ഞ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒഴികെ. അപ്പൊ യുക്തിബോധം, ശാസ്ത്രബോധമൊക്കെ നമുക്ക് പൊതുവിലുള്ള കാഴ്ചപ്പാടുകളിൽ ഒരു ഉൾക്കാഴ്ച തരും. സഹാനുഭൂതി നമുക്ക് ആ അറിവിനെ മാനവികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കും. സ്നേഹം നമ്മളെ മനുഷ്യരാക്കും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം, വെറുപ്പും രോഷവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. രോഷം എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള നമ്മുടെ പ്രതികരണമാണ്, അത് മാറ്റം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതേപോലെ തന്നെ വെറുപ്പ് നശീകരണത്വരയുള്ളതാണ്, മറ്റുള്ള ആളുകളുടെ തകർച്ചയോ നാശമോ ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിന്റെ ഭാഗമാകാതിരിക്കാം. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഉദ്ധരണി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. രാക്ഷസനോട് പൊരുതുമ്പോ നമ്മൾ രാക്ഷസനാവാതിരിക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് വെറുത്തേ പറ്റൂ, എന്തിനെങ്കിലും വെറുത്തേ പറ്റൂ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് എന്തിനെങ്കിലും ഒന്ന് വെറുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വെറുപ്പിനെ യഥേഷ്ടം വെറുത്തോളൂ. വെറുപ്പിനെ അല്ലാതെ, വെറുപ്പ് പ്രചാരണത്തെ അല്ലാതെ മനുഷ്യരോട് വെറുപ്പ് വെക്കരുത് എന്നാണ് എൻ്റെ നിലപാട്. ആ നിലപാട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.